ഹലോ, അതെ. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. ഓക്കെ ഓക്കെ. ഒബാമ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമില്ല കാര്യങ്ങൾ. ധനതത്വശാസ്ത്രം പഠിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വന്ന് മൻമോഹൻ സിംഗിന്റെ കയ്യിൽ നിന്ന് പഠിക്കട്ടെ, അല്ലേ ഫൽഗുനേട്ടാ? ആദ്യേ നീ നിന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ധനതത്വശാസ്ത്രം റെഡിയാക്കാൻ നോക്ക്, എന്നിട്ടാവാ അമേരിക്ക. ഓ പിന്നെ അമേരിക്ക. ഹായ്, ഇതെന്താ കൊച്ചുണ്ണിയെ വാണം വിട്ട പോലെ പോണല്ലോ. ഇത് ചായ ഒന്നും വേണ്ടേ? കുറച്ച് ധൃതിയുണ്ട്, തിരിച്ചു വരുമ്പോഴാകാം. അതെന്താണോ ചായ കുടിക്കാൻ വരുന്ന അത്ര വലിയൊരു ധൃതി? കെ സാറ് കാണണമെന്ന് പറഞ്ഞു. പറഞ്ഞ സമയത്ത് ചെന്നില്ലെങ്കിലേ ആൾക്ക് ദേഷ്യം വരും. ചെല്ലേ ചെല്ലേ, ഏതായാലും അങ്ങേരെ ദേഷ്യം പിടിപ്പിക്കണ്ട. ചിലപ്പോഴേ നിന്നെ കാണി കാണാൻ വിളിപ്പിച്ചതാവും. അമ്മേ, ഇന്ന് ഫീസ് അടയ്ക്കണം. കാശിന്റെ കാര്യം മറക്കണ്ട. ഒരു 2 ദിവസം കൂടി ഒന്ന് ക്ഷമിക്കും മോളെ. എന്നാ പിന്നെ ഫീസ് അടച്ച് 2 ദിവസം കഴിഞ്ഞ് സ്കൂളിൽ പോകാം. ഞാനിവിടെ ക്ഷമയോടെ ഇരുന്നോളാം, പോരെ? എന്താടി അമ്മയോട് തർക്കുത്തരം പറയുന്നേ? എന്നാ പിന്നെ ചേച്ചിതാ ഫീസ് അടയ്ക്കാനുള്ള കാശ്. എന്തെങ്കിലും ചെറിയ ജോലിക്ക് പൊക്കോളാന്ന് പറഞ്ഞാ അമ്മ സമ്മതിക്കണ്ടേ? നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഡിഗ്രി കഴിഞ്ഞപ്പോ നിനക്ക് കമ്പ്യൂട്ടർ പഠിക്കണം. നല്ല കുട്ടി ചമയാൻ വേണ്ടി ജോലിക്ക് പോയിക്കോളാം എന്നുള്ള ഒരു പറച്ചിലും. എടി എടി, സ്കൂളിലേക്ക് കരഞ്ഞോണ്ട് പോകാനുള്ള വഴിയൊന്നും നീ നോക്കണ്ട. ദേ, ഇനി ഇതും പറഞ്ഞ് ചേച്ചി അനിയത്തിയും കൂടി വഴക്കിടണ്ട. ഞാൻ അന്തോണിയേട്ടനോട് കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, നോക്കേ, ഒന്ന് മാറി നിക്കടി. മിനിഞ്ഞാന്ന് കിട്ടിയ കാശ് എന്ത് ചെയ്തു? മിനിഞ്ഞാന്ന് കിട്ടിയ കാശ് കൊണ്ട് നീ അറിയാതെ ഞങ്ങൾ ഒരു ആനക്കുട്ടിയെ വാങ്ങിച്ചു. കണ്ടില്ലേ നീ? പെട്ടെന്നല്ലേ മുത്തച്ഛനെ ഡോക്ടറെ കാണിക്കേണ്ടി വന്നത്. മരുന്നും കൂടി മേടിച്ചു കഴിഞ്ഞപ്പം ഉള്ള കാശെല്ലാം തീർന്നു. മരുന്ന് മാത്രമല്ല, ബീഡിയും തീപ്പെട്ടിയും. ഈയിടെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ചേച്ചി അനിയത്തിയും കണക്കാം. ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങള് ഞാൻ എവിടെ കൊണ്ട് വിൽക്കാനാ? ഇതിന് വലിയ വിലയൊന്നുമില്ലടോ, എന്നെ പോലെ തന്നെ. ഇത് തൂക്കി വിറ്റാ കിട്ടുന്ന വിലയാ ഇപ്പോഴെനിക്ക് വേണ്ടത്. എന്നാലും ഒരെന്നാലും ഇല്ല. എന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് കുറച്ച് കാശാ വേണ്ടത്. ഇതാ കഞ്ഞിവെള്ളം. എന്താ ചെയ്തൊക്കെ? നിന്റെ കഷ്ടപ്പാട് കണ്ട് സഹിക്കുന്നില്ല മോളെ. ഇതിവിടെ ഇരുന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല. ഇത് വിറ്റ് കുടുംബം നടത്തേണ്ട ഗതിയോടൊന്നും വന്നിട്ടില്ല. ആശേ, ആശേ, അനിതേ, ദേ അവര് വന്നേക്കുന്നു. അച്ചോട് ഉറപ്പിച്ചോ കൊച്ചുണ്ണി? മൂത്തവര് പേര് വിളിക്കണം, നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ? ഉറപ്പിച്ചോ കൊച്ചുണ്ണി അങ്കിൾ? കൊച്ചുണ്ണി അങ്കിൾ ഇതുമായി ഏതെങ്കിലും കടയിൽ ചെന്നാ മതി. 5 മിനിറ്റിനകം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കും. പിന്നെ ഇതുപോലെ നിരത്തി വെച്ചിരിക്കുന്ന അവാർഡുകൾക്കരികിൽ കൈയും കെട്ടി നിൽക്കുന്ന കൊച്ചുണ്ണി അങ്കിളും സൈഡിൽ 2 പോലീസുകാരുടെയും പടം പത്രത്തിൽ വരും. TV പിന്നെ പറയാനുമില്ല. ലൈവ് ഷോയുടെ ഒരു ആഘോഷം തന്നെയായിരിക്കും. മലയാള സിനിമയുടെ അഭിമാന താരമായിരുന്ന ഭരത് KK നായരുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി കൊച്ചുണ്ണിയെ തൊണ്ടി സഹിതം പിടികൂടി. കേൾക്കാനൊരു ഗമയൊക്കെ ഉണ്ട് അല്ലേ കൊച്ചുണ്ണി അങ്കിളെ? മുത്തശ്ശന്റെ അഭിമാനം തൽക്കാലം വിൽക്കുന്നില്ല.
വേണ്ടി വരുമ്പോ അറിയിക്കാം കേട്ടോ. വാടി. മക്കള് പറഞ്ഞത് കേട്ടില്ലേ? കൊച്ചുണ്ണി പൊക്കോളൂ. ശരി മോളെ, ഇവിടെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ആയിരിക്കുന്നു ഞാൻ കരുതിയില്ല. ഇവിടെ തീരെ ഉപയോഗമില്ലാത്തൊരു സാധനം മാത്രമേ ഉള്ളൂ, അത് ഞാനാ. അതാർക്കും വേണ്ട. രാവിലെ തന്നെ എന്തായിരുന്നു വീണ്ടും മുമ്പിൽ കച്ചവടം? മുത്തശ്ശന്റെ ഓരോ തമാശ. എന്തൊരു കൃത്യനിഷ്ഠ. 4 പേരുണ്ട്. സിനിമാക്കാരാണത്ര. സിനിമാക്കാരെന്ന് കേട്ടാ എനിക്ക് തരിച്ചു കയറും. ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഒന്ന് നോക്ക് മക്കളെ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവൻ പറഞ്ഞു തരാ, ഇവിടെ നിങ്ങളുടെ അച്ഛന്റെ പ്രായണ്ട്. ആടാ ഓൾഡ് ഈസ് ഗോൾഡാ. പിന്നെ അയലോക്കാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കുന്നത് നല്ലതാ. ഒരു സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചാൽ സമ്മതിക്കൂല. നേരത്തെ കാലത്തും കട തുറക്കാൻ പറ്റില്ല. കട തുറക്കാൻ ഞാൻ തന്നെ പോകാനും പറ്റില്ല. കഴിക്കുമ്പോൾ നടക്കാൻ നോക്കിയാ അവിടെ ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യമുണ്ട്. 11 മണിക്ക് കടയിലെത്തും. തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഉച്ചയാവാറായി, ഇതുവരെ കട തുറന്നിട്ടില്ല. സ്ഥാപനത്തിന് മേലുള്ള വിശ്വാസം പോവും ഈ കളി കളിച്ചാ. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്താ തോണിയെ നടു റോട്ടിലൊരു സമ്മേളനം. ആ ചെല്ല് ഭയങ്കര വെയില്. ഇതിലിപ്പോ ആരാ മുതലാളി? മുതലാളി ഞാൻ തന്നെയാ. എന്താ സംശയം? ഏയ് അന്തോണിയേട്ടനി ഉണക്ക സൈക്കിളും അവന്മാരുടെ പത്രാസും കൂടി കണ്ടപ്പോ അറിയാതെ തോന്നിയൊരു സംശയം. തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണ ഇല്ല എന്റെ ഫൽഗുന. പിന്നിരിക്കണല്ലേ, അവനുണ്ട് ബൈക്ക്. അവൻ മുട്ടിഞ്ഞ പിശുക്കന, അതുകൊണ്ട് അവർ ഓസിന് കിടക്കണ. എന്നാ പിന്നെ അന്തോണിയുടെ ഏതെങ്കിലും കടയിൽ പണിക്കുന്ന പോരെ? അതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഓ മുതലാളി എന്നുള്ള ലേബല് വീണ് പോയില്ല എന്റെ ഫൽഗുന. ഓ അപ്പൊ ഈ ലേബല് നിലനിർത്താനാണ് ഇവന്മാരുടെ മുന്നിങ്ങനെ കുനിഞ്ഞു കൊടുക്കണത്. അതൊന്നല്ല, തൊഴിലാളികളെയും ഭാര്യമാരെയും പിണക്കാൻ പറ്റില്ലെന്ന് അറിയില്ല എനിക്ക്. അപ്പൊ അന്തോണിയേട്ടന്റെ കുതിരകയറ്റ അവിടെയും നടക്കില്ല ഇവിടെയും നടക്കില്ല. നസ്രാണി കാലം പോയ പോക്ക് കണ്ടോടി മിനാറ്റി, കാലം പോയ പോക്ക് കണ്ടോടി. മേലെ അല്ലെങ്കിലും അച്ഛൻ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് വിഷമിപ്പിക്കരുത്. കുട്ടികൾ ഇതൊക്കെ എത്ര കാര്യമായിട്ടാ കാണുന്നതെന്ന് അച്ഛൻ അറിയുമോ? അച്ഛന് ചായ വേണോ? വേണ്ട. ഹലോ, ആ ഞാൻ 4 മണിക്ക് മുമ്പ് ഷോപ്പിലെത്താം. 2-3 ബ്ലൗസിൻ്റെയും കൂടെ ഹുക്ക് പിടിപ്പിക്കാനുണ്ട്. ശരി, ആ ഓക്കെ. അങ്ങേര് വന്നിട്ടേ ഞാൻ പോണുള്ളൂ. ഈശോയെ ചതിച്ചോ? ഓടണ്ട അന്തോണിയേട്ടാ, ഇങ്ങോട്ട് പോരെ. ഞാൻ കണ്ടു. വേഗം വാ. അതല്ല മെമ്പറെ, നൂല് വാങ്ങാൻ മറന്നു. ഈടായിട്ട് മറവി കുറച്ച് ഇന്നെ തളച്ചിടാനുള്ള നൂലാണെങ്കിൽ അത് ഈ പഞ്ചായത്തിൽ എവിടെയും കിട്ടില്ല. അതാണ് സെൻസസ്. അതാണ് നമ്മുടെ മെമ്പർ. സെൻസസ് ഹ്യൂമർ. ഓ സെൻസസ് ഹ്യൂമർ അല്ല, സെൻസ് ഓഫ് ഹ്യൂമർ. വയസ്സുകാലത്തിന് ഇംഗ്ലീഷൊന്നും പഠിക്കാൻ വയ്യ മെമ്പറെ. ഞാനേ അന്തോണിയേട്ടനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനൊന്നും വന്നതല്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് 5-6 പച്ച മലയാളം പറഞ്ഞിട്ട് തന്നെ കാര്യം. മെമ്പർ അകത്തിരിക്കൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. പിന്നെ
അകത്തിരുന്ന് സംസാരിക്കാൻ മുല്ലപ്പെരിയാർ വിഷയല്ലേ ചർച്ച ചെയ്യാനുള്ളത്. എവിടെ എന്റെ ജാക്കറ്റ്? മെമ്പർക്ക് ഒരു ചായ പറയട്ടെ. ദേ, എടോ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗിന് പോകാനുള്ളതാണ്. രാവിലെ വന്ന് നോക്കി, തുറന്നിട്ടില്ല. വീണ്ടും വന്ന് നോക്കി, താനും ഇല്ല, എന്റെ ജാക്കറ്റും ഇല്ല. ഒരിക്കലിട്ട ജാക്കറ്റ് ഇട്ട് ഞാൻ എങ്ങനെയാ അവരുടെ മുഖത്ത് നോക്കുക? ഈ ജാക്കറ്റ് കണ്ട പഴക്കം തോന്നില്ല. ദേ, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. 1 മണിക്കൂറുടെ വെയിറ്റ് ചെയ്താൽ ഇനി എന്തോ പറയാനാ? പോയിരുന്ന് തയ്ക്ക്. ഓ, നീ എന്ത് പറയാനാ? ശല്യം. ഹലോ സർ, ദൈവര് തന്നെ. ഗുഡ് മോർണിംഗ്. ഹലോ. ഹലോ സർ. ഹലോ. ഹലോ സാർ. ഹലോ സർ. ഹലോ. അജയനെല്ലാം പറഞ്ഞിരുന്നു. സാർ, ഞാൻ തിരക്കഥാകൃത്ത് യദുകൃഷ്ണൻ. ഇത് സംവിധായകൻ സഞ്ജയ്. ഇത് ശ്യാം, ക്യാമറാമാൻ. കോഫി എടുത്താലോ സാറിന്? നീ ഇവർക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്യല്ലേ? കട്ട്ലേറ്റോ സാൻഡ്വിച്ചോ എടുത്താലോ? അത് രണ്ടും എടുത്തോ സാറിന്? എനിക്കൊന്നും വേണ്ട. ഞാൻ എക്സാക്ട് ടൈമിൽ മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ. ഡയറ്റിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാ. സാർ ഏത് രീതിയിലുള്ള പടം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഹിറ്റ് പടത്തിലുള്ള എല്ലാ കോപ്പും നമ്മുടെ കയ്യിലുണ്ട്. അജയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ തിരക്കഥകൾ എന്റെ കയ്യിലുണ്ട് സാർ. നമ്മളിത് ചിത്രീകരിക്കുന്നത് ഒരു ഹോളിവുഡ് പാറ്റേണിലായിരിക്കും. അതാണ് വേണ്ടത്. ഈ സിനിമയില് നായകനായി എന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് സാർ. വേണമെങ്കിൽ ഇൻഡസ്ട്രിന്ന് പാരലായിട്ട് വേറെ ആരെങ്കിലും കൂടെ നോക്കാം. എനിക്ക് നായകനാവാനുള്ള പ്രായം കഴിഞ്ഞു അല്ലേ? അത് നായകനും ഒരുപടി മേലെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, സെൻട്രൽ ക്യാരക്ടർ. അത് സാറിന് വേണം ചെയ്യാം. ലവ് സീൻ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടായിരുന്നു സാർ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. പറയണം സാർ, ആഗ്രഹങ്ങളൊക്കെ തുറന്നു പറയണം. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ആ സപ്ലയർ അജയന്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ടത്രേ. അതൊന്ന് പരിഗണിക്കേണ്ടി വരും. പണി കിട്ടി. അയാൾക്ക് നല്ലൊരു വേഷം കൊടുക്കേണ്ടി വരും. തീർച്ചയായും പ്രൊഡ്യൂസർ പറയുന്ന ഏത് കണ്ടീഷനും ഞങ്ങൾ അംഗീകരിക്കും. സിനിമയുടെ യഥാർത്ഥ നായകൻ പ്രൊഡ്യൂസറാണ്. ശരിക്കും അത് മതി. പിന്നെ നിങ്ങളൊക്കെ സിനിമയെ കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുള്ളവരാണല്ലോ അല്ലേ? സാർ, ആധികാരികമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് സാർ. ഏതാണ്ട് എത്ര ഫണ്ട് വേണ്ടി വരും? 50 ലക്ഷം സാർ. നോ 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 1 കോടി വരും. 1 കോടി. ഇതിന് സാറ്റലൈറ്റ് കിട്ടോ? സാറ്റലൈറ്റ് 1 കോടി രൂപ മുടക്കുന്ന ഒരാൾക്ക് ആരാ സാർ സാറ്റലൈറ്റ് കൊടുക്കാതിരിക്കുക? ആർക്കാ അതിന് ധൈര്യം ഉണ്ടാവുക? താൻ ഇതിനു മുമ്പ് ഏത് ക്യാമറാമാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്? ക്യാമറാമാൻ വിപിൻ ദാസുണ്ട് കൂടെ. ഓ, ഇനി സാർ ഏത് തിരക്കഥാകൃത്തുക്കളുടെ കൂടെ അസിസ്റ്റ് ചെയ്തത്? ഞാൻ ലോകദാസറിന് കൂടെ. അത് കൊള്ളാം. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസ്? അയ്യോ, ഒരുപാടുണ്ട്. ഡോട്ട് സാറ്, ഭരതൻ സാറ്, പത്മരാജൻ സാറ്, പിന്നെ അപ്പൊ സാറന്മാരാരും ജീവിച്ചിരിക്കുന്ന ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല അല്ലേ? സാർ അഭിനയിച്ചിരിക്കുന്നത് ഹോളിവുഡ് സിനിമയിലായിരിക്കും. എന്തായി സാർ, തീരുമാനമായോ? തീരുമാനമായി. എന്റെ കാര്യം എന്തായി? എന്റെ കാര്യം ഇപ്പൊ തന്നെ തീരുമാനമാക്കാം. മേലാൽ ഇത്തരം ഫ്രോഡ് പണിയായിട്ട് വന്നാലുണ്ടല്ലോ, എല്ലാത്തിനെയും പെട്രോൾ അടിച്ച് കത്തിക്കും ഞാൻ. എന്റെ അടുത്ത അവന്മാരെ വെളച്ചില്. രണ്ടു മണിക്ക് എത്തേണ്ടതായിരുന്നു. അച്ഛന് ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം വൈകി. അല്ല, ഏത് അമ്പലത്തിൽ വെച്ചായിരുന്നു ചോറ് കൊടുത്തത്? ആ പഞ്ചായത്ത് മെമ്പർ കമല കുറെ നേരം കാത്തു നിന്നു. അവസാനം 4 തെറിയും പറഞ്ഞ അവര് പോയി. എല്ലാറ്റിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അന്തോണിയേട്ടന് എല്ലാ കാര്യങ്ങളും അറിയാവല്ലോ. സുജാതയുടെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് കസ്റ്റമേഴ്സിനോട് പറയാൻ പറ്റില്ല. സുജാതയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം, എന്നാലും പറയാ.
ഇത്ര വലിയ കുരിശെടുത്ത് തോളിൽ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അന്തോണി ചേട്ടാ, അന്തോണി പറയാനുള്ളത് പറയും, ആരെ മുതക്കും പറയും. പറയാനുള്ള പറയുകയും ചെയ്യും, കേൾക്കാനുള്ളത് കേൾക്കുകയും ചെയ്യും. 25 കൊല്ലം സിനിമയിൽ കൊടികെട്ടിപ്പറന്ന ആളായിരുന്നല്ലോ സുജാതയുടെ അച്ഛൻ KK നായരെ. അന്തോണി ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ പേയ്മെന്റ് ബാക്കിയാണ്. വിഷയം വരണ്ട, പേയ്മെന്റ് രണ്ടും ചേർത്ത് ഇന്ന് തന്നെ തരാം. സുജാതയുടെ അച്ഛൻ സമ്പാദിച്ച പണം മുഴുവൻ ധൂർത്തടിച്ചു. സൂപ്പർ സ്റ്റാർ KK നായർ, ഭരത് KK നായർ. എന്തൊക്കെയായിരുന്നു അലങ്കാരങ്ങള്. അവസാന നേരത്ത് ആസ്പത്രിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ ഒരുത്തനും ഉണ്ടായില്ല. അപ്പോഴാണല്ലോ മദർ തെരേസയെ പോലെ സുജാത അവതരിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. ഇയാളെ കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോണ്ടല്ലേ സുജാതയുടെ കെട്ടിയോൻ ഉപേക്ഷിച്ചു പോയത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അതൊരു കാരണം, അല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാക്കി അയാള് പോകും. നല്ല കാലത്ത് എത്ര പ്രാവശ്യം മകളാന്ന് പറഞ്ഞ് ചെന്നപ്പോ ആ മനുഷ്യൻ സുജാതയും സുജാതയുടെ അമ്മേനെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. നിനക്ക് 2 മക്കളുണ്ടെന്ന കാര്യം മറക്കണ്ട. ഞാനോട് കൈവിട്ട എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതിലും ഭേദം അതാ. എന്ത് ബഹളം മുത്തശ്ശ. എന്ത് പറയാനാ മോളെ, സഹിക്ക തന്നെ. നീ വിമുന്താ സാറിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ പേര് എന്റെ നാവിൽ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. നീയാണ് സത്യത്തിൽ ഞെട്ടിച്ചത്. യോഗി സാറ്, ഭരതൻ സാറ്, പത്മരാജൻ സാറ്. ഞെട്ടിച്ചളഞ്ഞ് നിങ്ങൾ തന്നെ. സാറ്റലൈറ്റ് എന്താണെന്ന് പോലും അറിയില്ലല്ലേ? അവന്റെ ഒരു സാറ്റലൈറ്റ്. ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാം വളരെ കണ്ണിങ് ആയിരുന്നു. പറഞ്ഞതെല്ലാം മരിച്ചുപോയവരുടെ പേരുകൾ. ഒരു ബുദ്ധി. ഒരു പ്രൊഡ്യൂസർ വന്നു പെട്ടാ നമ്മളെല്ലാരും രക്ഷപ്പെടും. പക്ഷെ പ്രശസ്തനാവണത് നീയായിരിക്കും. കാരണം വെള്ളിത്തിരയിൽ ജനങ്ങൾ നേരിട്ട് കാണുന്നത് നിന്നെയാണ്. ഞങ്ങളൊക്കെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാവരോടും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടുത്ത വീട്ടിലെ പെൺകുട്ടികൾ പുറത്തു പോകണ നേരത്തെ നിങ്ങൾ നോക്കി നിൽക്കുന്ന ഒഴിവാക്കണം. നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നീ എന്താ അവളെ കെട്ടാൻ പോവാ? നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ സംവിധാനം നില എനിക്ക് ചിലത് പറയാനുണ്ട്. ഞങ്ങളെ ഓശാരത്തിന് താമസിപ്പിക്കുന്നു നിനക്കൊരു വിചാരം ഉണ്ടാകും. സിനിമ അങ്ങനെ ചിലതൊക്കെ ചെയ്യേണ്ടി വരും. ഈയിടെ പുറത്തിറങ്ങിയ തങ്കഭസ്മ സിനിമയുടെ നായകൻ ഹംസ ഉണ്ടല്ലോ, അവ സംവിധായകൻ കൊടുത്ത നിനക്കറിയാവൂ? 10 ലക്ഷം. അതെല്ലാം എനിക്കറിയാം. സിനിമയിൽ അഭിനയിക്കാതെ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഒന്നും ആവാതെ വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ ചെല്ലാൻ പോലും പറ്റില്ല. വീട്ടുകാരുടെയും കൂട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല, മുഴുവൻ മലയാള പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ നിന്നെ പിടിച്ചു നിർത്തിയിരിക്കും. എന്റെ കഥയിലെ നായകനായ അഭിനയിക്കാൻ കഴിഞ്ഞാൽ അത് നിന്റെ മുജ്ജമ്മ സുഹൃത്താണ്. സൂപ്പറാണ് എന്റെ തിരക്ക്. നായകനൊന്നും ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് മുഖം കാണിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. കരിമിഴി കണ്ണുള്ള കാന്താരി, നിന്നെ കാണാനെന്തൊരു ചേലാണ്. കവിത തുളുമ്പും കവിളിണയിൽ കാണുവതാരെ പ്രേമസഖി.
ചേരുന്നു തമ്മിൽ ചേരുന്നു കരിമിഴി കണ്ണുള്ള കാന്താരി നിന്നെ കാണാൻ എന്തൊരു ചേലാണ് കവിത തുളുമ്പും കവിളിണയിൽ കാണുവതാരേ പ്രേമസഖി സാർ സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു കാര്യം പറയണ്ടായിരുന്നു. മുഖവിര വേണ്ട, കാര്യം പറ. ഞാൻ അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനന്തൻ. വേറെ 3 പേരില്ലേ? ആ ഉണ്ട്. സംവിധായകനും കഥാകൃത്തും ക്യാമറമാനും ഒക്കെയാണ് അവർ. അപ്പോൾ നീയോ? എന്നെ നായകനാക്കി അവർ സിനിമ ചെയ്യുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞോ? ഇല്ല സാർ, പ്രൊഡ്യൂസർ ശരിയായിട്ടില്ല. പ്രൊഡ്യൂസർ ശരിയാവാതെയാ സിനിമ എടുക്കാൻ പോണത്. ഉടനെ ശരിയാവുന്ന അവർ പറഞ്ഞത്. സിനിമയിൽ മുഖം കാണിക്കാതെ ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് 3ാം വർഷം ആയപ്പോഴാണ് പഠിപ്പ് നിർത്തി ഞാൻ ഇവരുടെ കൂടെ കൂടിയത്. ഇപ്പം ഏതാണ്ട് 1 വർഷം ആവുന്നു. ഒന്നും ആയിട്ടില്ല ഇതുവരെ. ചുരുക്കി പറഞ്ഞാൽ നിന്റെ ചെലവിൽ മറ്റു 3 പേരും സുഖമായി കഴിയുന്നു. ഏയ്, അവരത്രക്കാരല്ല സാർ. ആട്ടെ, നിന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മയും ജോലിക്കാരാണ്. എനിക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും അവർ തരും. ഞാൻ പഠിപ്പ് നിർത്തിയതിൽ അവർക്ക് വളരെ വിഷമമുണ്ട്. അതെനിക്കറിയാം. സിനിമാ നടനാവണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിന്റെ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിന്റെ അച്ഛനമ്മമാരുടെ യഥാർത്ഥ സ്വപ്നങ്ങളെ നീ തല്ലി തകർത്തു. സിനിമാ രംഗത്ത് സാറിനെ അറിയാത്ത ആരുമില്ല. എനിക്ക് വേണ്ടി ആരോടെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ? ഒന്ന് മുഖം കാണിച്ചാൽ മതി, ചെറിയൊരു വേഷം, അത്ര മതി. പ്ലീസ് സാർ, പ്ലീസ്. സാർ, ഉരലി എന്ന് മദ്ദളത്തോട് പരാതി പറഞ്ഞെന്ന് പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാ ഞാനിപ്പോൾ എന്നോട് പറഞ്ഞത്. എടോ, എനിക്ക് ഒരുപാട് സിനിമാക്കാരെ പരിചയമുണ്ട്. പക്ഷേ അവർക്കാർക്കും ഇപ്പം എന്നെ അറിയില്ല. മോനെ, നിന്റെ തുടക്കം തന്നെ തെറ്റി. ഞാൻ സിനിമയിൽ വന്നപ്പോൾ പലരെയും ഞാൻ ഉപേക്ഷിച്ചു. അവസാനം സിനിമ എന്നെ ഉപേക്ഷിച്ചു. സിനിമയിലുള്ളവരും എന്നെ ഉപേക്ഷിച്ചു. നീ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് പ്രിയപ്പെട്ടവരെ നീ ഉപേക്ഷിച്ചു. ഇനി സിനിമാ നടനായതിനു ശേഷമുള്ള സ്ഥിതി എന്താവും? അതുകൊണ്ട് മോൻ ആദ്യം വീട്ടിലേക്ക് തിരിച്ചു പോകും. നിന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കും. സോറി സാർ, സാറിനെ ധിക്കരിക്കാന്ന് കരുതരുത്. സിനിമയിൽ എന്തെങ്കിലും ആവാതെ തിരിച്ചു പോകാൻ പറ്റില്ല. ഇരുട്ടിൽ ആസ്വദിക്കുന്ന കലയാണ് സിനിമ. ജീവിതം ഇരുട്ടിലാക്കിയാൽ സിനിമയിലെത്തില്ല. സിനിമാ നടനാകണമെന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചുറപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതൊരിക്കലും ജീവിതം ഇരുട്ടിലാക്കിക്കൊണ്ടാവരുത്. അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചുകൊണ്ടും ആവരുത്. ശരി സാർ, പിന്നെ കാണാം. ആ, ബുദ്ധിമുട്ട് ചില ക്ഷമിക്കണം. ഇതായിരിക്കും നമ്മുടെ ആദ്യ ഫ്രെയിം. എടാ, ഈ സ്ഥലം കാണിക്കാനാ നീ രാവിലെ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന്? എല്ലാ പ്ലാനിങ്ങും നമ്മൾ നേരത്തെ തന്നെ ചെയ്യണം. അവനെപ്പോ എത്തും? അവൻ വരും. അവൻ ആ പ്രൊഡ്യൂസറെ കൊണ്ട് തന്നെ വരും. അതിനു മുമ്പ് ഈ ലൊക്കേഷനെ കണ്ടുവെക്കുന്നത് നല്ലതാ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് സ്കൂൾ അന്വേഷിക്കുന്ന പോലെയല്ലേ ഇത്? നീ പോടാ, അവന്റെ ഒരു ഉദാഹരണം. ഇതാ നമ്മുടെ പ്രൊഡ്യൂസർ. നീ കണ്ണ് നിറച്ച് കാണടാ. സാറേ, നമസ്കാരം. ഞാനാണ് ഡയറക്ടർ സാർ. സാറിന്റെ പേര്? ഞാൻ മലം അല്ല മലോ അല്ല അല്ല മല്ലം തോട്ടത്തിൽ
മല്ലന്തോട്ടത്തിൽ ഉമ്മൻകോശി. അത് തന്നെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഞങ്ങളെ കണ്ടോണ്ടാണോ സാറേ വിക്കി സംസാരിക്കുന്നത്? അല്ലല്ല, ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമേ വെക്കലുള്ളൂ. അല്ലാത്തപ്പം വെക്കേയില്ല. ഇവരുടെ കഥയിലെ നായകൻ ഞാനാണ് സർ. കഥയിലെ നായ നായകല്ല സർ, നായകൻ. നായകൻ അവിടെ നിക്കട്ടെ. നായകി എവിടെ? നല്ല പൂവമ്പഴം പോലത്തെ നായകൻ. അല്ല സാർ, ഒരു മിനിറ്റ് സാർ. ആള് സെറ്റപ്പിന്റെ ആളാന്ന് തോന്നുന്നു. തോന്നലാണ്. നമ്മള് മനസ്സ് വെച്ച കാര്യം നടക്കൂട്ടോ. നടത്താന്നേ. പൂത്ത കാശായ ഇടയില് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്ട് നോക്കണം. പൂപ്പിൽ കാശിന് മാത്രമല്ല ആളെയും ബാധിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് അപ്പം തിന്നാ പോലെ കുഴിയേണ്ട കാര്യമില്ലല്ലോ. കുഴി എണ്ണാതെ അപ്പം നിന്നാലേ അപ്പി പോയില്ല. അപ്പിയോ? എന്തപ്പി? എന്തിനപ്പി? നീ പറഞ്ഞവളെങ്ങനാ മുറ്റു സാധനാണോ? ഈ പൊട്ടനെ വീഴ്ത്താനല്ലേ? നീ പേടിക്കണ്ടാ. ഇത്ര ചീപ്പ് പരിപാടികൾക്ക് വേണോ? അയാളെ കണ്ടറിയാം പൂശ മുട്ടി നിൽക്കാന്ന്. അല്ല പിന്നെ, പക്ഷെ പണിപാടിയാ മൊത്തത്തിൽ പാളൂട്ടോ. പൊന്മുട്ടയുടെ താറാവിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് പൊന്മുട്ടയിടുന്ന താറാവല്ല പോനെ, ഡയമണ്ട് മുട്ട ഇടുന്ന താറാവാ. ഡയമണ്ട് മുട്ട. ഇതുവരെ മുട്ടയൊന്നിട്ട് കണ്ടില്ലല്ലോ. ഇന്നോലെ ഇടിക്കാൻ നോക്ക്. എനിക്ക് മുട്ട വേണ്ട, മട്ടനോ ബീഫോ മതി. ആയി കൊളസ്ട്രോളോ? ഇവനെന്താ പട്ടാളക്കാരൻ? ലെഫ്റ്റ് റൈറ്റ് എന്താ? അതെ, എന്താടാ? ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ മാത്രമേ കൂടെ പറപ്പിന് കൂച്ചു വിലങ്ങിടാറുള്ളൂ. ഷഡ്ജിട്ടില്ല. ഷഡ്ജോ? നായികയാക്കാം പറ്റിയ സാധനങ്ങളാ. അവരെ വിട്ടേക്ക് സാറേ. പോടാ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അതല്ല, കുട്ടി നല്ല കുട്ടിയാന്ന് പറയായിരുന്നു. കുട്ടി ഷഡ്ജം കിട്ടോ? എന്നാ വലിയ ഷഡ്ജം. നീ വരുന്നുണ്ടോ? നിങ്ങൾ പോയിക്കോ, ഞാനല്ല ഈ പരിപാടിക്ക്. ഇതൊന്നും പോരാ. നിങ്ങൾ പുറത്തു തന്നെ ഉണ്ടാവണം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ധൈര്യമായിട്ടിരിക്കും സാറേ. അല്ല, കിടക്ക്. ഹലോ, എത്തിയോ? 108. അതെ, ഇത് നമുക്ക് എടുക്കാം. ഇവിടെ വെച്ച് കുളിപ്പിച്ച് കളയണ്ടല്ലോ. എടുത്തോ, ആ ചേർത്ത് തൊണ്ടറിയാലോ. ഇതൊരുമാതിരി മറ്റേടത്തെ പണിയായി. അത് വെച്ചിട്ട് പോ. ഒന്നും പറയണ്ട. കാമദേവന്റെ കിടപ്പ് ഒന്നും പറ്റില്ലടാ. പറ്റിയേനെ. പോടാ.
അയ്യോ ഇപ്പൊ ചാടിപ്പോയനെ സാറേ എന്നെ ഓടിക്കല്ലേ സാറേ എനിക്ക് വയ്യ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ നായകൻ മോനെ സുനാമി സാറേ നിക്ക്. ഒരു മന്ദസ്മിതമായി വീണാധാരിണീ ദേവി ഓരോ ഇന്ന് കോറസിനെ കാണുന്നില്ലല്ലോ. എടി ഇത് സൂക്കയുടെ വേറെയാ. അവന്റെയൊക്കെ നിപ്പ് കണ്ടാ അറിയില്ലേ. ഒന്ന് മിണ്ടാതിരിക്കടി. എക്സ്ക്യൂസ് മീ. കാക്ക വല്ലതും ഒപ്പിച്ചോ? എന്ത് ഒരു കാര്യം പറയാണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞോളൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ നടന്നു. അതെ അത് പിന്നെ എനിക്കും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ പറ. എന്താ അത് പിന്നെ ആദ്യം താൻ പറ. ജെന്റ്സ് ഫസ്റ്റ്. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? നേരം കളയാതെ കാര്യം പറ. എന്റെ റൂമിലെ ബഹളം കാരണം ബുദ്ധിമുട്ടാവുന്നുണ്ടെന്നറിയാം. അവരെന്റെ കൂടെ താമസിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അവരുടെ പാർട്ടിയിലൊന്നും ഞാൻ കൂടാറില്ല. അവരെ ഞാൻ ഫയർ ചെയ്യാറുണ്ട്. ഓഹോ. തനിക്കെന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ പറഞ്ഞോളൂ, മടിക്കാതെ പറഞ്ഞോളൂ. ആരോടും പറയാൻ പാടില്ല. ഏയ് ഇല്ല. കൂട്ടുകാരോട് തീരെ ഇല്ല. സത്യം. കൂട്ടുകാരെ ഫയർ ചെയ്യുക, സിമ്പതി പിടിച്ചു പറ്റുക, പിന്നെ വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. ഇതുപോലുള്ള സിനിമാറ്റിക് സ്റ്റൈൽ രീതി ഉപേക്ഷിക്കും. എനിക്കത് തീരെ ഇഷ്ടമല്ല. താൻ നേരെ ആവണമെങ്കിൽ ആദ്യം ആ സിനിമാക്കാരായിട്ടുള്ള കൂട്ടുവിടും. മനസ്സിലായോ? എന്താ മോളെ, എന്താ പ്രശ്നം? ഒന്നുമില്ല ആന്റി. ആന്റി അല്ല, ചേച്ചി. അതെ, എന്താ വരുത്തൻ ചെക്കൻ നിങ്ങളെ തടഞ്ഞു നിർത്തി പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങള് ഇറാനിലും ഇറാഖിലും പുതിയ ഭരണത്തെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക. നീയൊക്കെ എന്ത് ഭരണത്തെ കുറിച്ച് സംസാരിച്ചാലും ഈ മെമ്പർ കമലം അതറിയും കേട്ടാ. ഈ ചേച്ചിയുടെ ഒരു കാര്യം. ശരി മെമ്പറേ, ഞാൻ ഉടൻ തന്നെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കും. ഞെട്ടണ്ട. മെമ്പറുടെ ഈ സ്മാർട്ട്നെസ്സും സൗന്ദര്യവും വെറുതെ കളയാതെ സിനിമയിലൊന്ന് ട്രൈ ചെയ്തൂടെ? അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആള് വേണ്ടേ മോനെ? ഈ പ്രായത്തിൽ ഇത്രയും സൗന്ദര്യം. ചെറുപ്പകാലത്തെ സ്ഥിതി എന്തായിരുന്നു? സ്വയം പുകഴ്ത്തി പറയാണെന്ന് വിചാരിക്കരുത്. പാർവതിയുടെ കട്ടുണ്ടെന്ന് എല്ലാരും പറയായിരുന്നു. ഞാനൊരു നടനായ ചേച്ചിയുടെ കാര്യം ഞാൻ ഏറ്റു. പിന്നെ മോനെ, ഇലക്ഷൻ വരെ എനിക്ക് ഫ്രീ ആവാൻ പറ്റില്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പെട്ടെന്ന് എനിക്ക് അങ്ങനെ പിന്മാറാൻ പറ്റില്ല. അതുവരെ വെയിറ്റ് ചെയ്യണം. ഓക്കേടാ. ഓക്കെ, ബൈ ബൈ. എന്റെ അമ്മോ. അയ്യോ, ഗുരുവായൂർ വരെ ഒന്ന് പോയി. 4 നാളായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. താൻ ഭാഗ്യവാനോടോ. ഒറ്റത്തടി ക്രോണിക് ബാച്ചിലർ. ഇപ്പോഴും തറവാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട കാരണോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജീവിക്കാൻ ആഗ്രഹമൊന്നുമില്ല. മരിക്കാനുള്ള പേടി കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത്ര തന്നെ. ഇന്ന് നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. സാറിന്റെ മൂഡ് മാറ്റാനുള്ള മരുന്നൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ
തൊട്ടുകൂട്ടാൻ ബീഡി. അയ്യോ വെള്ളം, ചങ്ക് കത്തിപ്പോയി. 2 ദിവസത്തെ സ്വസ്ഥയ്ക്ക് ഇത് മതിയടോ. വല്ലപ്പോഴും താൻ വരുന്നതാ എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം. മോളും മക്കളൊക്കെ അവിടെ? അവര് പുറത്തു പോയിരിക്കുക. ഇപ്പൊ വരും. എന്റെ മോള് എനിക്കൊരു കുറവും വരുത്താതെ എന്നെ നന്നായി നോക്കുന്നുണ്ടോ? ഇത് അനുഗ്രഹമാണോ ദൈവം വിധിച്ച ശിക്ഷയാണോ എന്ന് മനസ്സിലാവുന്നില്ലടോ രാഘവാ. ആ സാറേ, എന്നെ പോലൊരു സാധാരണക്കാരൻ വീണാൽ ഓടി വന്നാൽ ഒരു കൈത്താങ്ങ് അത്രേ വേണ്ടു എഴുന്നേൽക്കാം. പക്ഷെ സാറിനെ പോലെ ഉയരത്തിൽ കഴിഞ്ഞിരുന്ന ഒരാളുടെ വീഴ്ചയ്ക്ക് ആഘാതം കൂടും. സാറിനറിയോ, ആദ്യകാലത്തൊക്കെ സാറിന്റെ കൂടെ ഒരു ചെറിയ വേഷം ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. പേടി അല്ലെങ്കിൽ കൃത്രിമ ബഹുമാനം എല്ലാം മനസ്സിലാക്കിയതോ ഒരുപാട് വൈകിയും. എടോ, തനിക്കറിയാമോ എൻ്റെ മകളുടെ സ്നേഹം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നടോ. സത്യത്തിൽ എപ്പോഴാണ് അവൾ ജനിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്ന എൻ്റെ മുറിയിലേക്ക് ആരോ കാര്യസാഹ്യത്തിനായി കടത്തിവിട്ട പെൺകുട്ടി, അതായിരുന്നു അവളുടെ അമ്മ. ദാരിദ്ര്യമോ ഒരു സിനിമാ നടനുള്ള ആരാധനയോ എന്താണ് അവൾ അവിടെ എത്തിച്ചതെന്ന് അറിയില്ലടോ. അവളുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ലടോ. അതൊക്കെ കഴിഞ്ഞു പോയില്ല സാറ്. ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിട്ടൊരു കാര്യമില്ല. തനിക്കൊരു തമാശ കേൾക്കണോടോ. ഞാൻ കേട്ടതിൽ ഏറ്റവും വലിയൊരു തമാശ, എനിക്ക് അവശകാലകാല പെൻഷൻ കിട്ടാൻ ഏതോ ചില ഓഫീസർമാർ സർട്ടിഫൈ ചെയ്യണമത്രേ. സാറ്, സാറിനെ ഞാൻ കുറ്റപ്പെടുത്തല്ല. കുറച്ചെങ്കിലും കരുതി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. താൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ദൂർത്തടിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ എനിക്ക് കിട്ടാനുണ്ട്. കണ്ടടോ, കാൽക്കാശിന് വിലയില്ലാത്ത വണ്ടി ചെക്കുകളാ ഇതൊക്കെ. ഈ കണക്കിന് എന്റെ കാര്യം എത്ര ഭേദ. ചെലവ് കഴിഞ്ഞ് ഉള്ളത് കാശായിട്ട് കൈ കിട്ടുമായിരുന്നു. ഇതുപോലുള്ള വണ്ടിച്ചക്കൊന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് തരാറില്ല. എനിക്ക് ഭരത് അവാർഡ് തന്നപ്പോ പറഞ്ഞ വാക്ക് കേൾക്കണോടോ. KK നായർ രാഷ്ട്രത്തിന്റെ അഭിമാനമാണെന്ന്. ഒരു ഷൂട്ടിംഗ് സെറ്റിൽ താൻ എന്നെ കാണാൻ വന്നത് താൻ മറന്നു കാണും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ. നിന്റെ പേരെന്താ പറഞ്ഞത്? ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ സാർ, രാഘവൻ. ഒരുപാട് ആൾക്കാരെ കാണുന്നതല്ലേ ദിവസവും. അതിനിടയ്ക്ക് നിന്റെയൊക്കെ പേരൊക്കെ എങ്ങനെ ഓർത്തിരിക്കുക? ശരിയാ, അതുകൊണ്ടാ. പിന്നെ സാർ, ഈ സിനിമയില് പോക്കറ്റടിക്കാരനായി എനിക്കൊരു ചെറിയ ഡയലോഗ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എല്ലാവരും കാണുന്ന തരത്തില് സാറിന്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുവാമോ സാറ് വിചാരിച്ച? ഓ ഷുവർ. ഓ ഫോട്ടോ പിന്നെ മതി. ഓ ശല്യങ്ങള്. ഇവന്മാരൊക്കെ അടുത്തു കൂടുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇവന് ഡയലോഗ് ഒന്നും കൊടുക്കണ്ട, ഔട്ട് ഓഫ് ഫോക്കസിൽ നിർത്തിയാൽ മതി കേട്ടോ. ഹരി, വന്നു ചേർന്നതും കൂടെ നിന്നവരും പോഴ്ത്തി പറഞ്ഞവരുമെല്ലാം കാലത്തിന്റെ ഒഴുക്കിൽ മാഞ്ഞുപോയി. എന്റെ മോളെ പോലെ തന്നെ താനും എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നടോ. സാർ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട, പോട്ടെ. ഒരു നല്ല സീനിന് വേണ്ടി, ഒരു ക്ലോസപ്പ് ഷോട്ടിന് വേണ്ടി എത്രയോ പ്രാവശ്യം താൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എനിക്കന്ന് പുച്ഛമായിരുന്നു തന്നെ പോലുള്ളവരെ. യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ വയ്യാത്ത വിഡ്ഢി അതല്ലേടോ KK നായർ. ഒരു പക്ഷേ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരിക്കും തന്നെയും എൻ്റെ മോളെയും. തനിക്ക് എന്നോട് എന്തെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടോ രാഘവ? ഒരിക്കലുമില്ല. എനിക്കെന്നും KK നായർ എന്ന നടനോട് ആരാധന മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ദുഃഖവും. ശരി, ഇനി എപ്പോഴെങ്കിലും വരാം. പോട്ടെ. രാഘവേട്ടൻ എപ്പോഴും ഗണേശനും ഞാൻ, ഗണേശൻ ചേട്ടൻ, ഞാൻ അനുജൻ. മുത്തശ്ശൻ നല്ല മൂടിലാന്ന് തോന്നുന്നു. അച്ഛൻ കുറച്ച് കഴിച്ചിട്ടുണ്ട്, മോള് ക്ഷമിക്കണം.
അദ്ദേഹത്തെ കാണാൻ വരുമ്പോ എങ്ങനെയാ വെറുകയോട് വരിക? അതുകൊണ്ടാ. അത് സാരമില്ല. അച്ഛന്റെ മുഖത്ത് സന്തോഷം കാണുന്നത് രാഘവേട്ടൻ വരുന്ന ദിവസമാണ്. അച്ഛൻ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ തന്നെ ടൗണിൽ പോയി ഒരു ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്താലോ എന്ന് പോലും വിചാരിക്കാറുണ്ട്. സത്യത്തിൽ രാഘവേട്ടൻ വല്ലപ്പോഴും വരുന്നതാ എനിക്കും ഒരാശ്വാസം. മോളുടെ ഈ മനസ്സുണ്ടല്ലോ, ദൈവം മോൾക്ക് നല്ലതേ വരുത്തും. എന്തായാലും ഞാൻ വരാം. ദീപം 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 ദേവി രാമ 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 രാമ. അമ്മയ്ക്ക് എന്തിനാ ആവശ്യമില്ലാത്ത വാശി? സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഏതെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ. തൽക്കാലം നീ ഇത് ചെയ്യേ. ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടപ്പോ വടക്കേപ്പാട് തങ്കമ്മയുടെ ഒരു ചോദ്യം, നിന്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ, നിനക്കെന്തിന് ജോലിക്ക് പോയിക്കൂടെ, നിനക്ക് അവരെ ഒന്ന് സഹായിച്ചൂടെ എന്നൊക്കെ. അതാണോ കാര്യം? നീ അത്ര കാര്യമൊക്കെ ഒന്നും വേണ്ട. അവർ പറയുന്നതിൽ എന്താ തെറ്റ്? ആ പെണ്ണിന്റെ ഫീസ് കൊടുത്തിട്ടില്ല. അവൾ ഇവിടുത്തെ ബുദ്ധിമുട്ട് കണ്ടിട്ട് പറയാതിരിക്കുന്നതാ. പുസ്തകങ്ങൾ ഒരുപാട് വാങ്ങിക്കാൻ ബാക്കി കിടക്കുക. മുത്തശ്ശന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നീ പോയി പപ്പടം കാച്ച്. അച്ഛൻ ഊണ് കഴിക്കാറായോ? വേണ്ട മോനെ, വിശപ്പില്ല. ഇന്നിന് വിശപ്പുണ്ടാവില്ല. ഒരു കുപ്പി മുഴുവൻ കാലിയാക്കിയതല്ലേ. കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് കിടന്നാ മതി. മരുന്ന് കഴിക്കേണ്ടതല്ലേ. വേണ്ട മോളെ. അച്ഛനൊന്ന് എഴുന്നേറ്റേ. മോളെ, അവന് കുട്ടികളെ ഒന്ന് കാണണമെന്ന് പോലും തോന്നണില്ലോ. അച്ഛൻ വാ, മരുന്ന് കഴിക്കാനുള്ളതാ. ഞാൻ കാരണം നിനക്ക് നിന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോഴാ. ഇതിനൊന്നും അച്ഛനൊരു കാരണക്കാരനല്ല. കുട്ടികൾക്ക് അച്ഛനുണ്ടല്ലോ, അടുത്തില്ലെന്നല്ലേ ഉള്ളൂ. എന്നെ അച്ഛനില്ലാത്ത കുട്ടിയെന്ന് മറ്റുള്ളവരുടെ കളിയാക്കൽ കേട്ടാ ഞാൻ വളർന്നത്. പെണ്ണുങ്ങളുടെ കുത്തുവാക്കുകൾക്ക് മറുപടി പറയാൻ കഴിയാതെ അമ്മ നിന്ന് വിഷമിക്കുന്നത് പലപ്പോഴും ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. എന്റെ അമ്മയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. നിന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ദൈവം എന്നെ ഒരു മുടക്കച്ചരക്കാക്കി നിന്റെ മുന്നിൽ എത്തിച്ചത്. സ്വയം വേദനിക്കല്ലാതെ മറ്റൊരാളെ വേദനിപ്പിക്കാൻ ആ പാവത്തിനറിയില്ലായിരുന്നു. ചുവരുകളിലും പത്രങ്ങളിലും അച്ഛന്റെ പടം കാണുമ്പോൾ ഞാൻ ആ പാവത്തിനെ ശ്രദ്ധിച്ചിരുന്നു. കല്യാണ പന്തലിലിരിക്കുന്ന മണവാട്ടിയുടെ മുഖമായിരുന്നു ആ പാവത്തിന്. എനിക്ക് പറ്റിയ അപകടം നിന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് എന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഞാൻ വിചാരിച്ചോട്ടെ മോളെ. അമ്മേ, മുത്തച്ഛൻ സെൻഡി ആയോ? എന്താ അമ്മ അച്ഛനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്? അച്ഛൻ നമ്മൾ എന്തിനാ ഉപേക്ഷിച്ചതമ്മേ? ചേട്ടൻ കഴിക്കും. അങ്ങനെയല്ലല്ലോ പതിവ്. നീ ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അച്ഛന് ഭക്ഷണം കൊടുത്തതിന് ശേഷം മരുന്ന് കൊടുക്കാനുണ്ട്. അച്ഛൻ കഴിച്ചിട്ട് ഞാൻ ഇരുന്നോളാം. ഓ, ഇനിയിപ്പോ എല്ലാം കുറച്ചു കാലത്തേക്ക് കിടന്ന കിടപ്പിൽ തന്നെയല്ലേ? ഒന്ന് പതുക്കെ പറ. അച്ഛൻ അപ്പുറത്ത് കിടപ്പുണ്ട്. അതൊരു മനുഷ്യജീവിയാണെന്ന് മറന്നു പോകണ്ട. ഓ, മനുഷ്യജീവി അപ്പുറത്തല്ലടി, ഈ വീടിന്റെ പുറത്തുകൊണ്ട് കിടത്തും ഞാൻ. എന്നെ നിനക്ക് ശരിക്കറിയില്ല.
ആശുപത്രിയിൽ നിന്ന് നിന്റെ അച്ഛനെ കെട്ടിയെടുക്കുന്ന വിവരം നീ എന്നിൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെച്ചു. നീ എന്താടി എന്നെ വിളിച്ച് പറയാതിരുന്നത്? നിന്റെ വായെന്താ ആന പറ്റി കിടക്കായിരുന്നോ? അതിന് നിങ്ങളെ വിളിച്ച കിട്ടണ്ടേ? ഒരു കാര്യം എനിക്ക് ഇപ്പൊ അറിയണം. നിനക്ക് എന്നെ വേണോ അതോ നിന്റെ തന്ത വേണോ? എനിക്ക് ഈ അവസ്ഥയിൽ അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഉപേക്ഷിക്കണ്ടടി, ഉപേക്ഷിക്കണ്ട. നീ നിന്റെ തന്ത കെട്ടിപ്പിടിച്ച് കിടന്നോ? നിന്റെ തന്ത ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ പടി ചവിട്ടില്ല. ഇത് പറയുന്നത് വിഷം പറ്റാടി. അമ്മ, ഇന്നാർക്കും ഭക്ഷണം വേണ്ടേ? അമ്മ എഴുന്നേക്കും, ബാക്കി നാളെ ചെയ്യും. നിങ്ങൾ പോയി കഴിച്ചോ, ഞാൻ വന്നോളാം. ഞാൻ ബസ് വന്നിട്ട് പോയാ പോരെ മോളെ? ഈ അമ്മയുടെ ഒരു കാര്യം, ഞാൻ പൊയ്ക്കോളാം. അമ്മ പൊയ്ക്കോ. സൂക്ഷിച്ചു പോണേടാ. ആ, ഹലോ, ഒന്ന് നിൽക്കടോ. ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെ അടുത്ത് എവിടെയുള്ളത്? സംഭവം ഞാനൊരു തിരക്കഥാകൃത്താണെങ്കിലും എന്റെ ഈ ഗ്ലാമർ കണ്ട് ലാൽ ജോസ് സാറ് അടുത്ത പടത്തിലേക്ക് നായകനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഡാൻസ് പഠിച്ചുകൊണ്ട് ചെല്ലണമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നേരിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി. വീണ്ടും ഒന്ന് നിൽക്കടോ. ഇയാള് പ്രാക്ടീസിന് പോകുന്ന സ്ഥലം എനിക്കൊന്ന് പരിചയപ്പെടുത്തി തന്നൂടെ? അയ്യോ, അവിടെ വേണ്ട. അതിനേക്കാ പറ്റിയ സ്ഥലവും ആൾക്കാരും വേറെയുണ്ട്. ഉണ്ടോ? അതെവിടെയാ? തനിക്ക് പരിചയമുള്ള ആൾക്കാരാണോ? പിന്നെ പത്മ സുബ്രഹ്മണ്യം, ശോഭന, ഹേമമാലിനി, ഇവരിൽ ആരെങ്കിലും മതിയോ? അല്ലെങ്കിൽ പിന്നെ കലാമണ്ഡല ഹേമാവതി ടീച്ചറെ വിളിച്ച് പറഞ്ഞാ മതിയോ? എന്താ ഇവിടെ ചുറ്റിക്കളി? എങ്ങനെ നിന്റെ മൂരിശങ്കാരി കൊച്ചിന്റെ അടുത്ത് വേണ്ടാട്ടാ. ഈ കുട്ടിയോട് നിന്റെ വിളച്ചിലെടുത്താണ്ടല്ല, എന്റെ തുണി കട്ട് ചെയ്യണ കത്തിരോണ്ട് വേറെ ചിലപ്പോൾ എനിക്ക് കട്ട് ചെയ്യേണ്ടി വരും. അന്തോണിയുടെ വൈകിയോ? അമ്മ കടയിലോട്ട് പോയിട്ടുണ്ടല്ലോ. ഈ പീറ ചെറുക്കന്മാരെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ടാട്ടാ. ഇതിനാണോ നീ രാവിലെ തന്നെ കുറ്റി മുറിച്ച് ഇറങ്ങിയത്? മോനെ, നിന്റെ കൃഷി ആ പാടത്ത് വേണ്ട. ഇങ്ങനെ ചൂടാവും നിന്റെ പെങ്ങളൊന്നുമല്ലല്ലോ അവള്. മേലിൽ നീ അവളെ കാണാൻ സംസാരിക്കുക ചെയ്താ നിന്റെ മേലിൽ വണ്ടി കയറ്റി കൊല്ലും ഞാൻ. അപ്പൊ അറിയാം ആങ്ങളാണോ പെങ്ങളാണോ ഉള്ളത്. പിന്നെ നീ വണ്ടി കൊണ്ടുവരുമ്പോ ഞാൻ നെഞ്ചു പിരിച്ച് ഇങ്ങനെ നിന്നരാം. ഇന്ന് വണ്ടി എടുക്കടാ. ഒന്ന് വേഗം ചെയ്യടി. പെൺകുട്ടികളായാലേ എല്ലാ വീട്ടുജോലി അറിഞ്ഞിരിക്കണം. അതിന് ഞാൻ വീട്ടുജോലിക്ക് പോകാൻ വേണ്ടിയല്ലോ പഠിക്കണത്. അതെ, എന്നെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കാതെ ചേച്ചിനെ കൂടി ഒന്ന് വിളിക്ക്. ദേ, നിന്റെ നാക്കൽപ്പം കൂടുന്നുണ്ട് കേട്ടോ. ഈ ചുണയൊന്നും പഠിത്തത്തിന്റെ കാര്യത്തിൽ കാണുന്നില്ലല്ലോ. നിന്റെ പ്രോഗ്രസ് കാർഡ് ഞാൻ കണ്ടതാ. ആ അമ്മേ, പുതുതായി വന്ന കണക്ക് ടീച്ചർ എല്ലാവരും പരിചയപ്പെട്ടു. ആ ടീച്ചർക്ക് എന്തോരം മുടിയാണെന്നറിയോ? നല്ല സുന്ദരി ടീച്ചർ, അമ്മയേക്കാൾ സുന്ദരി. അതെ, ടീച്ചറിന്റെ മുടിയും ചന്തവും നോക്കിയിരിക്കാതെ 4 അക്ഷരം പഠിക്കാൻ നോക്ക്. കണ്ടോ KK നായരുടെ മകൾ സുജാതയ്ക്ക് അസൂയ. പിന്നെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു ചോദിച്ചു. എന്തു പറഞ്ഞു നീ? ചോദ്യം പെട്ടെന്നായിരുന്നോണ്ട് ഞാനൊന്ന് പതറി. പെട്ടെന്ന് വായിൽ വന്ന ഒരു കള്ളം തട്ടിവിട്ടു. അച്ഛൻ മുംബൈയിലാന്ന് പറഞ്ഞു. അച്ഛൻ കാരണം മോൾക്ക് കള്ളം പറയേണ്ടി വന്നു അല്ലേ? നിന്റെ ഒരു വിധി, അല്ലാതെ എന്ത് പറയാനാ? എന്റെ അച്ഛനെ പറ്റി ഇങ്ങനെ ഒന്നും പറയണ്ട, എനിക്കത് ഇഷ്ടല്ല. പതിവ് തെറ്റിക്കാതെ ഇന്ന് മോൾ അമ്മയായിട്ട് വഴക്കിട്ടോ? KK എപ്പോഴും എന്നെ ഒറ്റപ്പെടുത്തി മോളുടെ കൂടെ നിൽക്കാം, എനിക്കറിയാം. മുത്തശ്ശനോട് ഇങ്ങനെയാണോ സംസാരിക്കുക? ഇന്നും വിഷയം അച്ഛൻ തന്നെയായിരിക്കും അല്ലേ? അവൾക്ക് മാത്രമല്ല, അച്ഛനെ പറഞ്ഞാൽ എനിക്കും പിടിക്കില്ല. ദേ മുത്തശ്ശന്റെ പാട്ട്. ആ എന്ത് ഭംഗിയില്ല ഇതിന്റെ നായികയെ കാണാൻ.
കസ്തൂരിമാനെ കസ്തൂരിമാനെ കണ്ണു പെടയ്ക്കണതെന്താണോ കാമദേവന് നേദ്യം പോലെ പൂവമ്പായെന്നോ ശരമെന്നെ തേടുന്നു കസ്തൂരിമാനെ കസ്തൂരിമാനെ കണ്ണു പെടയ്ക്കണതെന്താണോ കാമദേവന് നേദ്യം പോലെ പൂവമ്പായെന്നോ ശരമെന്നെ തേടുന്നു സഖിതൻ മുന്നിൽ നീ മാതളരസമതിനാധാരം മന്മഥനമ്പുകൾ പോരാതെ എങ്ങുമോടുന്നേ കസ്തൂരിമാനെ കസ്തൂരിമാനെ കണ്ണു പെടയ്ക്കണതെന്താണോ കാമദേവന് നേദ്യം പോലെ പൂവമ്പായെന്നോ ശരമെന്നെ തേടുന്നു മോഹമതെല്ലാം പൂവായി മോഹിനി നീയാ പൂച്ചൂടി നനവിൻ പുഴയിൽ തിരുവരുമൊഴുകി കാറ്റല കുളിരുകളും തൂകി സുഖമംഗമാടുന്നേ കസ്തൂരിമാനെ കസ്തൂരിമാനെ കണ്ണു പെടയ്ക്കണതെന്താണോ കാമദേവന് നേദ്യം പോലെ പൂവമ്പായെന്നോ ശരമെന്നെ തേടുന്നോ ആരാ വരൂ ഞാൻ പാപ്പച്ചൻ, ഇത് ബാലകൃഷ്ണൻ. മനസ്സിലായില്ല. ഒന്ന് ഇരിക്കാൻ പറയണ്ടേ സാറേ, ഞങ്ങളൊരു വലിയ സന്തോഷ വാർത്തയായിട്ട് വന്നിരിക്കുക. ഇരിക്കേ. എന്താ കാര്യം? കുറെ കാലങ്ങളായി എന്നെ തേടി ഒരു സന്തോഷ വർത്തമാനവും വന്നിട്ടില്ല. ഇതിപ്പോ എന്താണാവോ? സാറെല്ലാം മറന്നേക്കേ. സാറിന്റെ ശുക്രദശ വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞകാല ചലച്ചിത്ര സേവനത്തിനുള്ള സബരി അവാർഡ് ഈ വർഷം സാറിന് തരാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ കൂടെ സ്ട്രോങ് റെക്കമെൻഡേഷൻ ഇതിന്റെ പുറകിലുണ്ടെന്ന് കൂട്ടിക്കോളൂ. പാപ്പച്ചൻ സാറ് കെ സാറിന് വേണ്ടി വാദിച്ചതുപോലെ ഒരു വക്കീലും ഒരു കോടതിയിലും വാദിച്ചിട്ടുണ്ടാവില്ല. അവാർഡ് മാത്രമല്ല, 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും ഉണ്ട്. ഓ, ഇതൊന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഒരുപാട് കാര്യം ചെയ്തു തീർക്കാനുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ ഇരിക്കേ, ഞാൻ മോളോട് ചായ എടുക്കാൻ പറയാം. ഒന്നും വേണ്ട സാറേ, സാറിനൊന്ന് നേരിട്ട് കണ്ടപ്പോ തന്നെ നല്ലൊരു സദ്യ ഉണ്ട പോലെ. ശരി.
അച്ഛാ? ഈ വർഷത്തെ ചലച്ചിത്ര സബരി അവാർഡ് എനിക്കാ. 1,00,000 രൂപ ക്യാഷ് പ്രൈസും ഉണ്ടത്രേ. അവാർഡുകൾ ഒരുപാട് വാരിക്കൂട്ടിയതാ ഈ അച്ഛൻ. ഇപ്പൊ എനിക്ക് വേണ്ടത് കുറച്ച് പൈസയാ. കുട്ടികൾക്ക് അതൊരു സഹായമാവും. ഓ, എനിക്ക് സന്തോഷമായി. ഇത്രയും സന്തോഷത്തോടെ സാറിന്റെ സംസാരം കേട്ടിട്ട് എത്ര കാലമായി. എനിക്ക് പറയാൻ താനല്ലാതെ വേറെ ആരാടോ ഉള്ളത്? സാറിന് ഇപ്പൊ എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലായില്ലേ? എന്റെ കുട്ടിക്ക് ബാങ്കിൽ കുറച്ച് കടമുണ്ട്, അതൊന്ന് അടച്ചു തീർക്കണം. പിന്നെ തിരുവനന്തപുരത്ത് പോകാനൊക്കെ ഒരുപാട് പൈസ വേണ്ടി വരില്ലടോ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. തിരുവനന്തപുരത്തെ എൻ്റെ ഒരു അനന്തരവനുണ്ട്. 4 ദിവസം അവിടെ താമസിച്ച് അവാർഡൊക്കെ വാങ്ങി പതുക്കെ സൗകര്യം പോലെ തിരിച്ചു വരാം. എന്താ പോരെ? ഓ ശരി. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് അറിയാം, എന്നാലും ഒന്ന് ചോദിച്ചോട്ടെ. നീ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തതായിരിക്കും. അത് നീ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ചോദിച്ചോ നീ. ആശാന് കല്യാണപ്രായമായ പെൺമക്കളില്ലേ? ആശാൻ അവരൊന്ന് കാണണമെന്ന് തോന്നാറേ ഇല്ലേ? അല്ല, സാധാരണ അച്ഛന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ആശാന്റെ ഇപ്പോഴത്തെ പോക്കത്ര ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? മിണ്ടാതിരിക്കും. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തണ്ട. നമ്മളാരെയും മുറത്തി കൊത്താൻ വരുന്നില്ല. ആശാന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ. നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ വെറുതെ ചളാക്കണ്ട. സുജാതയുടെയും കുട്ടികളുടെയും കാര്യം മേലെ സംസാരിച്ചു പോകരുത്. അവൾക്ക് എന്നേക്കാൾ വലുത് അവളുടെ തന്തയാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവള്. ആശാൻ അത് പറയരുത്. ഇപ്പോഴത്തോടെ വാക്കും കേട്ടിട്ട് സുജാത ചേച്ചിയോട് വഴക്കുണ്ടാക്കാൻ അവസരം നോക്കി നടക്കുകയല്ലായിരുന്നാ? അന്ന് ചേച്ചി അത് പറഞ്ഞപ്പോ ഇന്ന് അത് വെച്ച് മുതലെടുക്കുക, എന്നിട്ട് കുറ്റം മുഴുവൻ ചേച്ചിക്കും. നീ എന്റെ വായിന്ന് പൊളിച്ചൊന്നും കേൾക്കണ്ട. കുളിച്ചതും വെളിച്ചതും ഞാൻ അല്ലേലും കുറെ കേൾക്കണതല്ലേ ആശാനെ? ആശാൻ എന്നെ വണ്ടിയിൽ നിന്ന് ചവിട്ടി പുറത്തിറങ്ങിയാലും വേണ്ടൂല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആരോഗ്യവും കാശും ഒക്കെ ഇല്ലെങ്കിൽ ഇപ്പോഴത്തോളം ആശാനെ നോക്കുമെന്ന് തോന്നണുണ്ടാ? ഞാൻ പറയാം, നോക്കൂല, എനിക്ക് ഉറപ്പാ. അവളുടെ സ്നേഹം എനിക്കറിയാവുന്നതുപോലെ നിനക്കറിയില്ലല്ലോ. നിന്റെ പ്രസംഗം നീ നിർത്തിക്കോ. ഞാൻ നിർത്തി, ഒന്നും പറയുന്നില്ല. പറയാതിരിക്കുന്ന നല്ലത്. കുറെ നേരം നീ പ്രസംഗിച്ചല്ലേ, വാ ഓരോ കണ്ണുകൂടിക്കും. വളർന്നോടാ, എന്നോട് ഒരുത്തരും ഇതുവരെ പൈസ ചോദിച്ചിട്ടില്ല, നിനക്കറിയാവോ? കാക്ക മലക്കിൽ ഇവിടെ ഞാൻ അറിയാതെ അതൊന്നും നോക്കാനില്ല. എന്റെ അപ്പനെ അപ്പൂപ്പന്മാരായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങിൻ കള്ളേ, എന്റെ ഈ ഉള്ളം കൈ കിടക്കുന്ന കള്ളായ സത്യം, നാളെ നീ സൂര്യോദയം കാണില്ല. അതങ്ങനെ തീർത്തും പറയാൻ വരട്ടെ ദേവി. നമ്മുടെ കിഴക്കുംപാറയുടെ മണ്ടയില് രാവിലെ 6 മണിക്ക് കയറി നിന്നാ മതി, സൂര്യോദയം വൃത്തിയായിട്ട് കാണാം. ഇല്ലേ? ഞാൻ കണ്ടതാ. വിശേട്ടാ, നല്ല താറമുട്ട പുഴുങ്ങിയതുണ്ട്. കപ്പി മീൻ കറിയും തീർന്നു. താറാമുട്ട ആനമുട്ട എന്താന്ന് വെച്ചാ വേഗം എടുക്ക്. ഒലക്കട മൂട് തരും. എന്താ വിശേട്ടാ വിശേഷങ്ങള്? നല്ല വിശേഷം. എല്ലാം ആ കൈ കൊണ്ട് തന്നെ. പേടിച്ചില്ലേ പൻ? നീ നിന്റെ കിഴക്കമ്പാറ പടിഞ്ഞാറമ്പാറ കുത്തി പണ്ട ഞാൻ എടുക്കും. വിട് വിട്, തെറിച്ചു പോടാ. വിടാൻ പറയാൻ നീ ആരാ? ഡ്രൈവർ വിശ്വം. കഴിഞ്ഞ ആഴ്ച എന്റെ ചെലവിൽ കള്ളുപിടിച്ച നീ മറന്നു പോയടാ. കള്ളുപിടിച്ച് കാശ് കൊടുത്തിട്ട് സ്ഥലം വിടാൻ നോക്ക്. എന്നോട് ഇവിടുന്ന് പോകാൻ പറയാൻ ഒരു പോലും മറന്നിട്ടില്ല. പോട്ടാശാനെ വിട്, എന്റെ വായിൽ നിന്നൊരു അബദ്ധമല്ലേ, വിട്ടേക്ക്. ബുദ്ധി ഇല്ലാതെ ഇവൻ എന്തെങ്കിലും പറഞ്ഞ വിവരമില്ലാത്ത നമ്മൾ ക്ഷമിക്കണം. കള്ളുപിടിച്ച വയറ്റി കിടക്കണം, അല്ലാതെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. വേണ്ട വിശേട്ടാ, വിട്ടുകള. ദിവസമുള്ളതല്ലേ ഈ പൊറോട്ടം കളി. ഞാൻ കള്ളു കുടിച്ച് വയറ്റി കിടക്കോ വഴി കിടക്കോ ഒക്കെ ചെയ്യും, അതെന്റെ ഇഷ്ടം. മ്യാനി വന്നിരിക്കുന്നു ഉപദേശിക്കാൻ. നിന്റെ മ്യാനത് ഇവിടെ എല്ലാവർക്കും അറിയാം. തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഭാര്യ മക്കളെ ഉപേക്ഷിച്ച് അവരെ തിരിഞ്ഞു പോലും നോക്കാത്ത കണ്ണിച്ചോരയില്ലാത്തവനല്ലടാ നീ. എടാ ചെറ്റ, ഇനി ഒരക്ഷരം മിണ്ടിയ നിന്റെ കഥ കഴിയണത് എന്റെ കൈ കൊണ്ടായിരിക്കും. അതിനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ടാ. സമാധാനം വരുള്ളൂ. തൽക്കാലം ഇതിരിക്കട്ടെ. ചേട്ടാ ഇത് കയ്യിലോ. ശരി, കണക്കൊക്കെ പിന്നെ പറയാം. സർ, ആരാ? ഇത് ഞാൻ ആനന്ദൻ. സാറിനൊന്ന് കാണണമായിരുന്നു. വാ ഇരിക്കും, ഞാൻ പറയാം.
കൺഗ്രാചുലേഷൻസ് സർ. മോളെ ഒരു ചായ. സാറിന് അവാർഡ് കിട്ടിയെന്ന് കേട്ടു, അതറിഞ്ഞിട്ട് വന്നതാ. കേട്ടത് ശരിയാ. സാറിനെ പോലുള്ളവരെ സിനിമാ ലോകം കൈയൊഴിയില്ല. ഇപ്പൊ ബോധ്യായില്ലേ? സാറിന്റെ സന്തോഷം നേരിട്ട് അറിയാൻ കൂടിയാ ഞാൻ വന്നത്. തിരുവനന്തപുരത്തേക്ക് പോവാൻ സാർ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൂടെ ആരെങ്കിലും വരണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഏയ് അതൊന്നും വേണ്ട, എല്ലാം രാഘവൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതെയോ? വേറെ എന്താ ആവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. ഓ ഷുവർ. അയ്യോ വേണ്ടായിരുന്നു. എന്താ ചായ കുടിക്കില്ലേ? അതല്ല സാർ. അതെ, കള്ളു മാത്രം കുടിക്കോളൂന്നുണ്ടോ? അയ്യോ ഞാൻ കുടിക്കാറില്ല. അവര് ചിലപ്പോ ഇവള് ചിലപ്പോ ഇങ്ങനെയാ, ആരോട് എന്താ പറയണ്ടേന്ന് ഇവൾക്ക് തന്നെ പിടിയുണ്ടാവില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ, ചേച്ചിയോട് പറഞ്ഞാൽ മതി. നല്ല പയ്യൻ അല്ല മോളെ? എന്തിനാ മുത്തശ്ശ ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്നവരെയൊക്കെ വീട്ടിൽ കയറ്റി എന്റർടൈൻ ചെയ്യിക്കുന്നത്? നിന്നെ ഞാൻ എടുത്തോളാടാ. ഈ സാധനത്തിന് വേണ്ടി ആശാന്റെ ജീവിതം തൊലയ്ക്കണ്ട ആശാനെ. ആശാന് നോക്കാൻ ഭാര്യ മക്കളും അത് ഓർത്തെങ്കിലും ഇവിടെ വിട്ടേരി. ഇനി എന്റെ കൺമുന്നിൽ കണ്ണുകൊടുത്ത് എരുമ്പട്ടവളെ. ചായ. രാഘവേട്ടന് കുളിക്കാൻ ചൂടുവെള്ളം വെക്കണോ? വേണ്ട മോളെ. കുട്ടികളെവിടെ? അവരടുക്കളയിൽ തിരക്കില്ല. താൻ ഇവിടെ തങ്ങുന്നതിന്റെ സന്തോഷത്തിലവര്. അവരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ. എനിക്ക് വേണ്ടി ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട. സാറിവിടെ സന്തോഷമായിട്ടിരിക്കുമ്പോ സാറിന്റെ കൂടെ ഒരു ദിവസം തങ്ങണം എന്നൊരു മോഹം, അതാ ഈ വഴിക്ക് തിരിച്ചത്. അത് നന്നായി. സാധാരണ ഒരു വരവും പോക്കുമില്ലേ പതിവ്. നീണ്ട ചലച്ചിത്ര സേവനത്തിനുള്ള ഈ വർഷത്തെ സബരിയ അവാർഡിന് യോഗ്യനായ വ്യക്തിയെ ജൂറി തിരഞ്ഞെടുത്തിരിക്കുന്നു. വാ മക്കളെ വാ. 31 കൊല്ലമായി അഭിനയ രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന RK രാജശേഖരനാണ് ഈ അവാർഡ്. ഇപ്പോൾ നമ്മളോടൊപ്പം മിസ്റ്റർ RK രാജശേഖരൻ ചേരുന്നു. ഈ അവാർഡിന് എന്നെ തിരഞ്ഞെടുത്ത ജൂറിയോടും മറ്റെല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കും. അർഹിക്കുന്നവർക്ക് പലപ്പോഴും അംഗീകാരം കിട്ടാറില്ല, കിട്ടുന്നവർക്ക് പലപ്പോഴും അർഹത ഉണ്ടായിരിക്കുകയുമില്ല. ഈ അവാർഡ് അർഹിക്കുന്ന ആൾക്ക് തന്നെ കിട്ടണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി എന്നെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷം. ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട്. സാറിന് അയാളെ നന്നായിട്ട് അറിയാവുന്നല്ലേ? ഇതിപ്പോ പൊട്ടനെ കല്യാണ വേഷം കെട്ടിച്ചതുപോലെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അതുപോലെ ആയി. മിസ്റ്റർ രാജശേഖരൻ, സംഭവം നെറുകേട് തന്നെ ചെയ്തത്. അയ്യോ, അതിന് സാറന്മാരെങ്ങനെ ദണ്ണപ്പെടേണ്ട കാര്യമൊന്നുമില്ല. 4 ദിവസം കഴിയുമ്പോ എല്ലാം ശരിയാവും. പിന്നെ അല്ലാതെ ടിവിയിൽ താനെന്താ പറഞ്ഞിരിക്കുന്നത്? അവാർഡ് അർഹതപ്പെട്ടവർക്ക് തന്നെയാ കിട്ടിയിരിക്കുന്നത്. കൊള്ളാം. അതെ. താങ്കൾക്ക് എന്ത് അർഹതയാണുള്ളത്? അർഹത KK സാറിന് തന്നെയാ, അതിന് യാതൊരു സംശയമില്ല. എന്റെ അർഹത എന്താണെന്നറിയില്ലേ? 8 ലക്ഷം രൂപ അങ്ങ് എണ്ണി തന്നു. എന്താ അത് പോരെ? എന്റെ വിഷമം അതല്ല, ഞാൻ ആ പാവത്തിനോട് നേരിട്ട് ചെന്ന് പറയുകയും ചെയ്തു. ഇയാൾ ഈ വേവലാതിപ്പെടാൻ താൻ ജൂറിയിലെ മെമ്പറൊന്നും അല്ലല്ലോ. അതൊന്നുമല്ല. എല്ലാ സാറന്മാരോടായിട്ട് പറയുക, അയാൾക്ക് ഇനി കിട്ടാൻ അവാർഡുകളൊന്നും ബാക്കിയില്ല. 10-32 കൊല്ലം സിനിമയിൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് വേഷങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഭരിക്കുന്നതിന് മുമ്പ് എനിക്കും എന്തെങ്കിലും ഒരു അംഗീകാരം വേണ്ടേ സാറന്മാരെ? അതുകൊണ്ടല്ലേ 1 ലക്ഷം കിട്ടുന്ന അവാർഡിന് 8 ലക്ഷം രൂപ അങ്ങ് എറിഞ്ഞു തന്നത്. എന്താ പോരായിരിക്കും?
രാഘവേട്ടാ, എന്താ സാർ ശരിക്കും സംഭവിച്ചേ? സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിടാം, കൂടുതൽ വിഷമിപ്പിക്കണ്ട. വാ വാ. ഇതെന്തോ കൊച്ചുണ്ണിയെ ചായ കൊണ്ട് വെച്ച് കണ്ടില്ലേ? എന്നാലും ആ സാറിന്റെ കാര്യം ആലോചിക്കുമ്പോ അവാർഡ് വാങ്ങിക്കാൻ കുടുംബത്തോടെ പോകാൻ ഇരിക്കായിരുന്നു. പാവം. അതുകൊണ്ട് എന്നെ പുറത്തേക്ക് കാണാത്ത. ഓ, ഇതിപ്പോ രാഷ്ട്രീയക്കാരൊക്കെ കഷ്ടായി. അല്ലേലും അയാൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു. ഊടാ, കുറച്ചൊന്നല്ല, നല്ലോണം ഉണ്ട്. നിനക്കൊരു നഷ്ടമൊന്നുമില്ല. പോട്ട കണ്ണാടിയും വെച്ച് നടക്കണു. ആ പിന്നെ ഒരു 4 ദിവസത്തെ പറ്റ് ബാക്കിയുണ്ട്, അതിവിടെ വെച്ചിട്ട് പോയാ മതി കേട്ടാ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആഹാ, നീയേ ഒരുപാട് തമാശക്കല്ലേ. ചേട്ടൻ ലേശം സാമ്പാറും ഒഴിച്ചേ. നിനക്ക് ഞാൻ സാമ്പാർ കുടിപ്പിക്കടാ നിന്നെ. ഈ പരിപാടി കോഴി കൂവുന്നവരെ തുടരോ? ആരാടാ എന്റെ ഇരട്ട പേര് പുറത്തു പറഞ്ഞേ? നീയാണോടാ? അയ്യോ, അല്ല ഞാനല്ല. സാറിന് അവൻ കോഴിന്ന് വിളിച്ചിട്ടില്ല, പിന്നെ സാറിന് കോഴി എന്ന ഇരട്ടപ്പേരുള്ള കാര്യം ഇവിടെ ആർക്കും അറിയാൻ പാടില്ല. പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന നായിക ആ ഹോട്ടലിൽ കൊണ്ടുവന്ന് 72 മോഡലാണെങ്കിൽ ഒരൊറ്റ ചവിട്ടി ഞാൻ വെച്ചുതരും. അയ്യോ അല്ല സാർ, അത് അവർക്കൊരു അബദ്ധം പറ്റിയതാ. അടുത്ത പ്രാവശ്യം നീ ട്രൈ ചെയ്തു. ഈ സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോയാ നമ്മുടെ സിനിമാ സ്വപ്നം എന്താവും? നായകനാകാൻ പോന്നവൻ നായകന്റെ നിലയ്ക്ക് നിന്നാ മതി കേട്ടോ. നായകൻ എന്റെ പടത്തിലെ നായിക ഉടനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. എടാ ഒരുമാതിരി അനാവശ്യം പറയുന്നല്ല. മൈഥിലില്ലേ, മൈഥിലി, അവള് കൊള്ളാം. പിന്നെ അല്ലെങ്കിൽ ബ്രേക്കറല്ല സാറേ, അതുകൊണ്ട് ഒഴുക്കിലാണ് പോരട്ടെ. ഒഴുക്കി വിടാൻ എന്താ മുല്ലപ്പെരിയാർ ഡാമോ? റോമ. അതുപോലത്തെ കുട്ടി വേണം എന്റെ സിനിമയില് നായിക. രോമയല്ല പിന്നെ റോമ. എന്താണെങ്കിലും നീയേക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പിള്ളേരില്ലേ, പെൺപിള്ളേര്, അത് കൊള്ളാം, എനിക്കിഷ്ടം. സാറേ, അങ്ങോട്ട് കയറല്ലേ, അത് പുലിമടയാ. പുലിമട പറഞ്ഞില്ലാന്ന് വേണ്ട. പുലിക്കുട്ടി അല്ല, പുള്ളി കുയിൽ കുട്ടി. പുള്ളിക്കുയിൽ
സാറേ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. സാർ ഇവിടെ റെഡി ആയിട്ട് ഇരുന്നാ മതി കേട്ടോ. നിൽക്ക്, എടാ ഞാനും വരുന്നു. എടാ അയാളെ കൂട്ടണ്ട, ഓളാക്കും. പെമ്പിള്ളേരെ കാണുമ്പോ ബ്ലൗസ് കത്തിപ്പോണെന്ന് നോട്ടം കണ്ടല്ലേ നീ. KK സാറ് കണ്ടല്ലേ മൊത്തത്തിൽ കത്തിച്ചു കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ നീ ആരാ സദാചാര കമ്മിറ്റിയുടെ പ്രസിഡന്റ്? നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഹോട്ടലിലേക്ക് മണം പിടിച്ചു വന്നിട്ട് എന്തായി? ആ തല്ല് കിട്ടിയത് മുഴുവൻ നിനക്കും. അത് ഞങ്ങൾക്ക് കിട്ടണ്ടായിരുന്നു. നിങ്ങൾക്കും തരുന്നുണ്ട്, ഞാൻ മറന്നിട്ടില്ലടാ. സാറവിടെ എന്ത് ചെയ്യുവാ? കയറില്ലാതെ കെട്ടിട്ട പോലെ. എടാ സഞ്ജു, നീ ഒന്ന് പോയി നോക്കിട്ടോ. വന്നേ. എന്തായി കാണിക്കണേ? ഞങ്ങളൊന്ന് നോക്കട്ടെ. മുസ്ലിം പവർ എക്സ്ട്രാ. ഇതൊക്കെ എന്തിനാ സാർ ഇപ്പൊ കഴിക്കണേ? അത് നീ വെറും വയറ്റില് പെൺപിള്ളേരുടെ വായി നോക്കാൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? വായ നോക്കാനുള്ളതല്ല, ജീവിതം നായ നക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാ. അതല്ലടാ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതെല്ലാം നല്ലതാണല്ലോ. പോരാത്തിന് തടി. ഈ സിസ്റ്റം ഒക്കെ ഒന്ന് ശരിയാക്കാനുള്ള മറ്റൊരു സിസ്റ്റമാണ് ഈ സിസ്റ്റം. അപ്പൊ തടി കൂടിയാ വല്ല പ്രശ്നമുണ്ടോ? ആഴ് തടിക്ക് ഇതൊരു പ്രശ്നമേ അല്ല. എടാ നിന്നെ കണ്ടപ്പോ ഒരു സംവിധായകന്റെ ലുക്കല്ല എനിക്ക് തോന്നിയത്, ഒരു സുമോ കുത്തിക്കാരന്റെ ലുക്കാണ് ഗുണ്ടപ്പ എനിക്ക് തോന്നിയത്. അത് ശരിയാ. എന്ത് ശരി? അവര് പോകാൻ റെഡിയായിട്ട് നിൽക്കുക. നീ വരുന്നുണ്ടോ? 2-3 കൂടെ പെരുക്കി അങ്ങോട്ട് തിന്നു. കൂടിക്കൂടെ പൊട്ടി തെറിക്കട്ടെ. അല്ല പിന്നെ മണ്ട ശിരോമണി, എന്താണ് എന്തിനാ ഈ പെങ്കോന്നനെ നമ്മുടെ കൂട്ടത്തിൽ കെട്ടിയെന്ന് വിളിക്കണേ? നീ ഒരൊറ്റ ഒരുത്തന ഇവരെങ്ങനെ നാശാക്കണത്? ഇനി ആ സാറിനെ കൂടെ ഒരു പരുവത്തിലാക്കി. അതിന് സാറിനെ പരുവത്തിലാക്കാൻ മാത്രം ഒന്നും ഇല്ല. സാറ് എങ്ങോട്ടാ? നീ ഒന്ന് നടക്കട ചെക്ക. വെറുതെ കുറെ മുടി നീട്ടി വളർത്തിക്കൊണ്ട് നായകനാന്ന് പറഞ്ഞ് നടക്കുന്നു. വേറെ പണിയില്ലേ? ഈ മുടി മാത്രം വളർന്നിട്ട് കാര്യമല്ല, ബുദ്ധി വളരണം. ബുദ്ധി. ഞാൻ പറയുമ്പോ മാത്രമല്ലേ കുഴപ്പമുള്ളൂ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. നീ വരില്ലേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. കണ്ടു പുതിയൊരു അവതാരം. ഓരോ കാലത്ത് ഇങ്ങനത്തെ അവതാരങ്ങളുണ്ടാവും. കൂടെ നടക്ക്. പോട പോക്ക് നോക്കടാ മോനെ. എന്താടാ നിക്കുന്നുണ്ടല്ലേ? എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ. ഇങ്ങോട്ട് നടക്ക്. ശരി അമ്മ. ശരി മോളെ. ആരോടാ നീ? ഞാനാരാടാ? നീ എന്താ പെണ്ണുങ്ങളെ ശല്യം ചെയ്യാൻ വന്നതാ? ഞാനല്ല, പിന്നെ ഇവന്മാരാ. മേലെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. കണ്ട പിടിച്ച് പോലീസിലെ ഏൽപ്പിക്കും ഞാൻ. എന്നെ പിടിച്ച് പോലീസിലേൽപ്പിക്കാൻ ഞാൻ ആരെങ്കിലും പീഡിപ്പിച്ചോളൂ? ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ഏത് പട്ടണാന്ന് കാണിച്ചു തരാം. എടാ കരട്ട് കിളവ, എന്നെ പോലത്തെ പാവപ്പെട്ട പണക്കാരെ കാണുമ്പോൾ എനിക്ക് എന്താണ് തുറിച്ചല്? സാറേ ആള് മാറി. ഇത് പഴയ നിന്നെ കൈകാര്യം ചെയ്യാൻ എനിക്ക് പോലീസും പട്ടാളൊന്നും വേണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വേടാ. എന്തായാലും കുറച്ച് നേരത്തെ ഞാനങ്ങണ്ട. KK സാറ് വന്നാലേ കുളി ഊട്ടലൊക്കെ ഒന്നിച്ചാവും, മറക്കണ്ട. സാർ അങ്ങോട്ടാ പെട്ടിക്ക് എടുത്തിട്ട്? നീ പോടാ മുടിയാ. ഞാൻ ഇനി ഇല്ല. ഇനി നമുക്ക് എവിടെങ്കിലും വെച്ച് കാണാം. ഇനിയിപ്പൊ കണ്ടില്ലേലും കുഴപ്പമില്ല. നമസ്കാരം സാർ. ഇവ
ഇവരെ കേളി വിഷൻ ചാനലിന്റെ ആൾക്കാരാ. സാറിനെ അന്വേഷിച്ച് നേരെ ഇവര് പഞ്ചായത്ത് ഓഫീസിലോട്ടാ വന്നത്. സാർ എന്റെ വാർഡിലാ താമസിക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ നേരെ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. പിന്നെ സാറിനെ കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ പൊക്കി പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ കേളി വിഷൻ ചാനലിൽ നിന്ന് വന്നിരിക്കുന്നവരാ. സാറിന്റെ ഒരു ഇന്റർവ്യൂ ആണായിരുന്നു. എന്തിനാ? എനിക്ക് വല്ല ജോലി ശരിയാക്കാൻ വേണ്ടിയാണോ? അയ്യോ, ഈ കാണുന്ന പോലൊന്നും അല്ല. സാറ് ഭയങ്കര തമാശക്കാരനാ. സാർ, ഞങ്ങളുടെ ചാനലിൽ ഒറ്റപ്പെട്ട പ്രതിഭകൾ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതിനുവേണ്ടിയായിരുന്നു ഞങ്ങള്. നിർത്തറ, നിന്റെയൊക്കെ ഒരു ഒറ്റപ്പെട്ട പ്രതിഭകള്. അത് മാത്രമല്ല സാർ, ഈ വർഷത്തെ ചലച്ചിത്ര സേവനത്തിനുള്ള സബരി അവാർഡ് സാറിനാണെന്ന് റൂമർ ഉണ്ടായിരുന്നു. സത്യത്തിൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ കിട്ടിയത് മറ്റൊരാൾക്ക്. ശരിക്കും എന്താണ് സാർ സംഭവിച്ചത്? അതാ മോനെ, ഞങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ലാത്ത കാര്യം. വീട്ടിൽ കയറി വരുന്നവരോട് അപമര്യാദയായി പെരുമാറരുതെന്നറിയാം. എങ്കിലും പറയാ, എന്റെ ഒറ്റപ്പെടൽ വീട്ടിൽ കാശാക്കണ്ട. സാർ, അത് പിന്നെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല. സമൂഹത്തിന് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? വാർത്തകൾ എന്ന് പറയുന്നത് വിജയിക്കുന്നവരും അവരുടെ പ്രശ്നങ്ങളും മാത്രമല്ലല്ലോ, പരാജയപ്പെടുന്നവരും അവരുടെ നീറുന്ന പ്രശ്നങ്ങളും ഉൾപ്പെടുന്നതല്ലേ സാർ? ഏതായാലും ഇപ്പോഴെനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. തുറക്കാത്ത കണ്ണുകളൊന്നും ചാനൽ വഴി എനിക്ക് വേണ്ടി തുറപ്പിക്കേണ്ട. നിങ്ങൾക്ക് പോവാ. ഇന്നത്തെ കാലത്ത് എങ്ങനെയും വാർത്തയിൽ ഇടം പിടിച്ച് ജനശ്രദ്ധ നേടാൻ വേണ്ടി ആളുകൾ മത്സരിക്കുമ്പോൾ സാറിന്റെ ഈ തീരുമാനം ശുദ്ധ മണ്ടത്തരാണെന്ന് സാറിന് പിന്നീട് മനസ്സിലാവും. ഇറങ്ങട്ടെ സാർ. ഇതും കൂടെ വേണേ. പിന്നെ എന്തൊക്കെയാ, സുഖല്ലേ? ഹലോ, എന്താ ചേച്ചി ഇതൊക്കെ? ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല. ഒരുമിച്ച് കുറച്ച് കാശ് കിട്ടിയപ്പോ ചുമ്മാ നിങ്ങൾ മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ മോനെന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാണല്ലോ അല്ലേ? ഞാനിപ്പോ ഡെയിലി ജോഗിങ്ങിന് പോകുന്നുണ്ട്. തടിയൊക്കെ കുറയ്ക്കണ്ടേ. പിന്നെ വയറ് കുറയ്ക്കാനുള്ള ഒരു തൈലം അതും പെരട്ടുന്നുണ്ട്. മാത്രല്ല ഞാനിപ്പോ ഡെയിലി മഞ്ജു വാര്യരുടെയും ശോഭനയുടെയും സിനിമയും കാണുന്നുണ്ട്. എന്നാ ശരി മെമ്പർ. ശരി ശരി. കൊറേ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണുങ്ങളെ വഴി നടത്തിക്കില്ല. ആശ 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 പ്ലീസ്, എന്തിനെങ്ങനെ ഒഴിഞ്ഞു മാറുന്ന? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞു. അനന്തനോട് എനിക്ക് വിരോധമൊന്നുമില്ല. നോക്കനന്ത, ഇയാൾക്ക് ഉത്തരവാദിത്വം എന്താണെന്ന് അറിയൂ? വിദ്യാഭ്യാസം പോലും ഒഴിപ്പിച്ചിട്ടില്ല ഇതുവരെ. ഇതൊക്കെ ഇപ്പോഴെന്തിനാ സംസാരിക്കുന്നത്? സംസാരിക്കണം. അനന്തൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. ആദ്യം ഐ ലവ് യു പറയും. പിന്നെ പാർക്കിലും ബീച്ചിലും കറങ്ങി അടിച്ച് നടക്കുക, സിനിമയ്ക്ക് പോവുക, ഐസ്ക്രീം പാർലറിലും മണിക്കൂറുകളോളം ചെലവഴിക്കുക. മതി മതി, നിർത്ത്, ഓവറാക്കണ്ട. ഏതായാലും എന്നെ കാണാൻ വന്നതല്ലേ, ഞാനൊന്ന് പറയട്ടെ. പിന്നെ നാട്ടിൽ മുഴുവൻ പാട്ടാവും. അവസാനം അനന്തൻ എന്നെ കല്യാണത്തിന് നിർബന്ധിക്കും. അനന്തന്റെ വീട്ടുകാർ എതിർക്കും. എതിർപ്പ് വകവയ്ക്കാതെ അനന്തൻ എന്നെ കെട്ടാൻ തയ്യാറാകും. നിവർത്തികേട് കൊണ്ട് ഒരു പക്ഷെ ഞാനും നിന്ന് വരും. അതെ, സമയം വൈകുന്നു. പറയട്ടെ. പിന്നീട് +2കാരന് പറ്റിയൊരു ജോലി തേടി അനന്തൻ നടക്കും. ഹൗസ് വൈഫായി ഞാനും ഒതുങ്ങിക്കൂടും. ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. അവനവന്റെ ഭാവി തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാ. ഏതായാലും എന്റെ കാര്യം തീരുമാനിക്കാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. അച്ഛൻ ഉപേക്ഷിച്ചു പോയി. അമ്മ വളരെയധികം കഷ്ടപ്പെട്ടാ ഞങ്ങളെ വളർത്തുന്നത്. ഇനി ആ പാവത്തിന് കഷ്ടപ്പെടുത്താനാവില്ല. എനിക്ക് ജോലി ചെയ്യണം, അനിയത്തിയെ പഠിപ്പിക്കണം. അനന്തൻ എന്നെ മനസ്സിലാക്കുന്ന എന്റെ വിശ്വാസം. ആശയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. എനിക്ക് എൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ഒരു നടനാകണമെന്നത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞതാ. അനന്തൻ ആകാശത്ത് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ കാണാൻ കഴിയൂ. സിനിമ എന്ന മായിക ലോകത്തു നിന്നും പുറത്തു വന്ന് പകച്ചു നിൽക്കുന്ന ഒരാളുടെ ജീവിതം കണ്ട ഞാൻ വളർന്നത്. അനന്തന്റെ ജീവിതം നശിച്ചു കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും പറഞ്ഞത്. സന്തോഷമായി. മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ എനിക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് മതി.
താങ്ക്സ്. വീട്ടിലെത്താൻ വൈകണ്ട, സമയമായി, പോയിക്കോളൂ. അനന്ത, ആ. ഒന്നുമില്ല. അവര് പറഞ്ഞ സ്ഥലം ഇതാണെന്ന് തോന്നുന്നു സാറേ. നമുക്ക് വണ്ടി നിർത്തി ഏതെങ്കിലും കടയിലൊന്ന് ചോദിച്ചാലോ? നീ അടുത്ത് കാണുന്ന കടയുടെ മുന്നിൽ എവിടെയെങ്കിലും നിർത്ത്, ഞാൻ ഇറങ്ങി അന്വേഷിക്കാം. ശരി സാർ. നമസ്കാരം. നമ്മുടെ ഈ സിനിമാ നടൻ KK നായർ വീട് എവിടെയാ? KK സാറല്ലേ? സാർ ഇവിടെ ഉണ്ട്. സർ, സാറിനെ കാണാൻ 2-3 പ്രാവശ്യം അയാളോടെ വരുന്നു. ഇന്നലെ രാത്രി കുറെ നേരം കാത്തിരുന്ന് തിരിച്ചുപോയി. ആരോടോ താൻ? നമസ്കാരം സാർ, ഞാൻ സുജിത്. അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു, കഥ പറയാൻ വന്നതാണ്. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കേട്ടു നോക്ക്, പക്ഷേ ആരും ഉറങ്ങിപ്പോകരുത്. സാറ് മാത്രം കഥ കേട്ടാൽ പോരെ സാർ? പോരാ പോരാ പോരാ, ഇവരൊക്കെ കേൾക്കണം. സാർ, കഥയിലെ നായകൻ രാമചന്ദ്രൻ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. 40 വയസ്സ് പ്രായം. തല കുറേശ്ശെ നരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. അയാൾ നേരെ വരുന്നത് തന്നെ ചതിച്ച സോമന്റെ വീട്ടിലേക്കാണ്. നിർത്ത്. ഇതാണോ താൻ സൂപ്പർ സ്റ്റാർ KK നായർക്ക് വേണ്ടി എഴുതിയ കഥ? കഥ മുഴുവനും കേട്ടിട്ട് തീരുമാനിക്കണം സാർ. എടോ, ഇവരിതുപോലെ കഥയില്ലാത്തവരുടെ ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ളവരാ. താൻ MT, തകഴി, പത്മരാജൻ എന്നിവരുടെ പുസ്തകങ്ങൾ വായിക്കും, നല്ല നല്ല സിനിമകൾ കാണും. എന്നിട്ട് എനിക്ക് വേണ്ടുന്ന നല്ല ശക്തമായ കഥയും കഥാപാത്രങ്ങളും എഴുതിക്കൊണ്ടുപോകാം. ആദ്യം ചെറിയ ചെറിയ നടന്മാർക്ക് വേണ്ടി എഴുതി അത് സംവിധാനം ചെയ്ത് തന്റെ കഴിവ് തെളിയിക്കും. അതിനുശേഷം എന്റെ അടുത്ത് വാ. ഞാനിതിവിടെ വയ്ക്കാം സാർ, സൗകര്യം പോലെ വായിച്ചു നോക്കി തീരുമാനിച്ചാൽ മതി. ഇയാൾക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? എടുത്തോണ്ട് പോണോ? സാർ അറിഞ്ഞു കാണുമല്ലോ, ഈ വർഷത്തെ സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് എനിക്കാണ് ലഭിച്ചത്. അവാർഡ് തുക സാറിന് തരാൻ വേണ്ടിയാണ് ഞാൻ സാറിനെ അന്വേഷിച്ചു വന്നത്. സാർ ഇത് സ്വീകരിക്കണം. സഹതാപം, സംവിധായകൻ സുജിത്തിന് സഹതാപം. എടോ, കാലം എന്തൊക്കെ പരീക്ഷണങ്ങളാവോ ഈ ഉള്ളവന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളിലും നാം ഓരോരുത്തരും പ്രതികരിക്കുന്ന ഓരോരോ രീതിയിലായിരിക്കും. അതാരുടെയും കുറ്റമല്ല, അതാണല്ലോ സാർ ജീവിതം. താനീ വെച്ച് നീട്ടുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടോ അതോ മധുരമായ പകരം വീട്ടിലോ? രണ്ടായാലും എനിക്ക് ഈ പണം വേണ്ട. സാറിലെ കലാകാരനോട് എന്നും എനിക്ക് ആരാധന മാത്രമേ തോന്നിയിട്ടുള്ളൂ. വ്യക്തി മാറുന്നത് സാഹചര്യം കൊണ്ടല്ലേ സാർ? വേണ്ട, ഈ പണം എനിക്ക് വേണ്ട. എന്തൊക്കെയായാലും താൻ എന്നെ കാണാമെന്നല്ലോ, അത് മതി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടേയാക്കും. മോളെ മോളെ, ഹായ് സുജിത് സാർ. മോൾക്ക് എന്നെ അറിയോ? സാറിനെ ഇന്ന് കേരളത്തിൽ ആരാ അറിയാത്ത? സാറിന്റെ സിനിമകൾ ടിവിയിൽ കാണാറുണ്ട്. സാറിന്റെ അവാർഡ് പ്രോഗ്രാം ടിവിയിൽ കണ്ടിരുന്നു. ഇവർക്ക് പൊതുവെ സിനിമാക്കാരെന്ന് പറഞ്ഞ അലർജിയാ. അതിലൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവങ്ങളാണല്ലോ ഗുരു, അല്ലേ മക്കളെ? മുത്തശ്ശന്റെ ഈ അവസ്ഥയിൽ ഒരു കാലത്ത് മുത്തശ്ശന് തലയിലേറ്റി നടന്നവരാരും തിരിഞ്ഞു നോക്കാത്തത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് പലപ്പോഴും. മക്കളെന്ത് ചെയ്യുന്നു? രണ്ടുപേരും പഠിക്കുന്നു. ഇവരുടെ അച്ഛൻ? എന്നെ ഇവിടെ താമസിപ്പിച്ചതിന്റെ അമർഷം അവൻ ഇവരെ ഉപേക്ഷിച്ചു പോയി. ഓ, ഐ ആം സോറി. അമ്മയുടെ? അന്തോണിയുടെ കടയിൽ പോയിരിക്കുക. തുടർന്ന് പഠിക്കണം, ഒരുപാട് ചെലവുകളുള്ളതല്ലേ. തൽക്കാലം ഇരിക്കട്ടെ. വരട്ടെ മക്കളെ. വരട്ടെ സാർ. സിനിമാക്കാർക്കിടയിലും ഇതുപോലുള്ള ആൾക്കാരുണ്ടല്ലോ മുത്തശ്ശ.
ബാഗ് എടുക്ക്. വീട് വരെ വന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പോലും സമയമില്ല നിനക്ക് അല്ലേ? ഒന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ? എന്താ വിളിക്കാതെ വരാൻ പാടില്ലേ? നീ ഞങ്ങളെ കുറിച്ച് ഓർക്കണ്ട. നിന്റെ അനിയത്തെങ്കിലും ഒന്ന് കണ്ടുപോയിക്കൂടെ? മോനെ, ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 7 മണിയാവും, നിനക്കറിയാലോ. അതുവരെ അടുത്ത വീട്ടിൽ മോളി ചേച്ചിയുടെ വീട്ടിലിരുത്താറാ പതിവ്. ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അവൾക്ക് കാവലിരിക്കാനോ? അനിയത്തിക്ക് കാവലിരിക്കേണ്ടത് ചേട്ടൻ തന്നെയാ. എന്താ അല്ലേ? തറവാട്ടിൽ പോയി അച്ഛമ്മേനെ കൂട്ടിക്കൊണ്ടു വന്നൂടെ? അതെങ്ങനെ? അച്ഛമ്മനെ കണ്ട അമ്മയുടെ പ്രഷർ കൂടില്ലേ? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. എന്നെ വിരട്ടി പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. സിനിമാ നടനാവാന്നുള്ള ലക്ഷ്യത്തിലെത്തിയിട്ടേ ഇനി ഞാൻ വീട്ടിലേക്കുള്ളൂ. ദൃഢനിശ്ചയമുണ്ടെങ്കിലേ ലക്ഷ്യത്തിലെത്തൂ. ഇനി 1ഉം 2ഉം പറഞ്ഞ് അമ്മയും മകനും തെറ്റണ്ട. മോനെ, നീ ATM നിന്നും എത്ര പണം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. മോനെ, ഞങ്ങൾ ഈ പണിയെടുത്തുണ്ടാക്കുന്നത് നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയാ. നിന്റെ കോളേജിൽ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചിരുന്നു. നിനക്ക് അവിടെ തന്നെ ചേർന്ന് പഠിക്കാം. BTech കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്തു വേണമെങ്കിലും ചെയ്തോ. ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്നത് എന്തിനും ഒരു അസറ്റാണ് മോനെ. നീ എഡ്യൂക്കേഷൻ നിർത്തി സിനിമാക്കാരുടെ കൂടെ പോയത് ഞങ്ങളുടെ പിടിപ്പുകേടാണെന്നും പറഞ്ഞ് എല്ലാരും കളിയാക്കണത്. അമ്മേ, ദൃഢനിശ്ചയം ഉണ്ടെങ്കിലേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. മമ്മൂട്ടി, മോഹൻലാലൊക്കെ അങ്ങനെയല്ലേ വലിയ നടന്മാരായത്? അതാണമ്മേ ലക്ഷ്യബോധം, ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട, ഡിസ്കറേജ് ചെയ്യായിരുന്നാ മതി. കേട്ടോ, ഞാൻ അവനെ ഡിസ്കറേജ് ചെയ്യാണെന്ന്. അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. താൻ വെറുതെ ടെൻഷൻ അടിച്ച് BP കൂട്ടണ്ട. ഹലോ എടാ, ചെറിയൊരു പ്രശ്നം. എൻ്റെ അച്ഛനും അമ്മയും വന്നു. അവരുറങ്ങിയതിന് ശേഷം നിങ്ങൾ വന്നാൽ മതി. ഞാൻ നിങ്ങളെ വിളിച്ചോളാം. പുറകത്തെ വാതിലേ തുറന്നിട്ടുണ്ടാവും. ഓക്കെ, ശരി. ഇവന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? സിനിമയിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലേ അപ്പുറത്ത് താമസിക്കുന്ന KK നായർ. അയാളെ ചെന്നുകൊണ്ടൊന്ന് പറഞ്ഞാലോ? അനന്തനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. KK നായരല്ല, നായർ സമാജം പ്രസിഡന്റ് പറഞ്ഞാലും അവൻ കേൾക്കും തോന്നില്ല. എന്നാലും നോക്കാം. വാ, വല്ലാത്ത ചൂട്. ഈ ബാഗ് എടുത്തകത്തു. ഹലോ, ആരാമ്മേ? നിങ്ങളുടെ അച്ഛൻ ഉടനെ വരുന്നുണ്ടെന്ന്. ഒരു ചുറ്റു മതിയായി കാണും. മക്കളെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല പോലും. ഇപ്പൊ മുത്തശ്ശന്റെ കൂടെ താമസിക്കുന്നതിനും വിരോധമില്ലാന്താ. അച്ഛൻ എപ്പോഴാ വരിക? വരട്ടെ മോളെ, അവൻ വരട്ടെ. ഞാൻ കാരണമാണല്ലോ അവൻ നിന്നെ വിട്ടുപോയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഞാനിവിടെ താമസിക്കുന്ന അവന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. എന്നാലും നീ അവനെ ഉപേക്ഷിക്കരുത്. അച്ഛൻ എവിടേക്കും പോവണ്ട. അതിനുവേണ്ടിയല്ലല്ലോ ഞാൻ ഈ പാടക്കപ്പെട്ടത്. ഇനി അയാൾ അങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കും അച്ഛന്. എനിക്ക് അച്ഛനും വേണം, മുത്തശ്ശനും വേണം. മിടുക്കികള്, സന്തോഷായി. ടുഡേ KK നായർ സോ ഹാപ്പി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമാക്കാരൻ എന്നെ കാണാൻ വന്നു. ഇനി എൻ്റെ മോളുടെ ഭർത്താവും തിരിച്ചു വരും. ഞാൻ ഈ ജീവിതം ജീവിച്ചു തീർത്തവനാ മോളെ. നിനക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്. നൗ ഐ ആം സോ ഹാപ്പി.
എന്താ ചെയ്തൊക്കെ കൊച്ചുകുട്ടികളെ പോലെ ലൈറ്റ് അണച്ചിട്ട് കിടക്കാൻ നോക്ക്. ഇതാണ് മോളെ അച്ഛൻ്റെ ലോകം. അച്ഛൻ്റെ ലോകത്ത് അച്ഛനെ തനിച്ചു വിട്ട് മോള് പോയി കിടന്നു. മോളെ പ്രശസ്ത സിനിമാ നടൻ KK നായർ അന്തരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വവസതിയിൽ തന്റെ അവാർഡുകൾ കെട്ടിപ്പിടിച്ച് മരിച്ച നിലയിലാണ് കണ്ടത്. മരണം ഹൃദയാഘാതം മൂലമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. തങ്ങളുടെ പ്രിയ നടനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഇവിടേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയങ്ങളില്ലാത്ത ലോകത്തേക്ക് നമ്മുടെ പ്രിയ നടൻ KK നായർ ഇന്നലെ രാത്രി യാത്ര പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ടിൽ ആസ്വദിക്കുന്ന കലയാണ് സിനിമ. ജീവിതം ഇരുട്ടിലാക്കിയാൽ സിനിമയിലെത്തില്ല. സിനിമാ നടനാകണമെന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചുറപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതൊരിക്കലും ജീവിതം ഇരുട്ടിലാക്കിക്കൊണ്ടാവരുത്. KK നായർ ഒരു അതുല്യ പ്രതിഭ തന്നെയാണ്. അദ്ദേഹത്തിന് തുല്യനായി മറ്റേതെങ്കിലും നടന്മാർ ഉണ്ടോ എന്ന് തന്നെ സംശയം. ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയും വലിയൊരു മനുഷ്യ സ്നേഹിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം ക്ഷമയോടെ കാത്തിരുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ അനന്തരാജ് ഇതാ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചടങ്ങിലേക്ക് കടക്കാം. KK നായർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജനകീയ നടൻ അനന്തരാജ് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2-3 സിനിമകൾ കൊണ്ട് തന്നെ യൂത്തിന്റെ ഹരമായി മാറിയ അനന്തരാജിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ഈ പുരസ്കാരം നൽകുന്നതിനായി പ്രശസ്ത സംവിധായകൻ സുജിത് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. സാർ പ്ലീസ്.
കെ നായർ സാറിനെയും സൂപ്പർ സ്റ്റാർ അനന്തരാജ് സാറിനെയും വ്യക്തിപരമായും കുടുംബപരമായും വളരെ അടുത്തറിയാവുന്ന വ്യക്തിയാണല്ലോ സുജിത് സാർ. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഔപചാരികമായൊരു പ്രസംഗത്തിന് ഞാനില്ല. അഭിനയകലയുടെ മർമ്മം അറിയാവുന്ന ആളായിരുന്നു കെ നായർ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരും തലമുറയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്, സംശയമില്ല. യൂണിവേഴ്സിറ്റിയോ? അനന്തരാജ് അദ്ദേഹത്തിൻ്റെ വഴി സ്വയം കണ്ടെത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം ഞാനൊരു നിമിത്തമായെന്ന് മാത്രം, വെറുമൊരു നിമിത്തം. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അനന്തരാജിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ്. അനന്തരാജ് പ്ലീസ്. കെ നായർ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്പെഷ്യലാണ്. കെ നായർ സാറിനെയും കുടുംബത്തെയും വളരെയധികം അടുത്തറിയാവുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. എനിക്ക് യഥാർത്ഥ ദിശാബോധം ഉണ്ടാക്കി തന്ന വ്യക്തി കൂടിയാണ് കെ സാർ. വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ തുടർന്ന് പഠിക്കുവാനും അതിനുശേഷം ശരിയായ രീതിയിൽ സിനിമയെ സമീപിക്കുവാനും സിനിമയിലെത്താൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. ഒരുപക്ഷെ യാദൃശ്ചികമാകും, അല്ലെങ്കിൽ ആ മഹാനായ നാടിൻ്റെ അനുഗ്രഹമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡ് എനിക്ക് ലഭിക്കാനിടയാക്കിയതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി നിങ്ങളെല്ലാം ത്രസിപ്പിക്കുന്ന ഒരു ചടുലം. അവസാന നിമിഷം താൻ വരുമോ തന്നെ എനിക്ക് സംശയം. പരിപാടിക്ക് നമസ്കാരം. 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 കെ സാറിൻ്റെ അവസാന കാലത്തെ കൂട്ടുകാരൻ അല്ലേ? അതെ സാർ. അനന്തനെ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ചടങ്ങും ആഘോഷമൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച് മറ്റൊന്നായിരുന്നു സാർ. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഇതിൻ്റെയൊക്കെ 10-1 ഭാഗം അംഗീകാരം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മഹാനടൻ എത്ര സന്തോഷിച്ചാൽ. ഞങ്ങൾക്ക് ഒരു ഡേറ്റ് തടാ, ഞങ്ങളൊന്ന് രക്ഷപ്പെടാ. നിനക്ക് വേണ്ടി എഴുതി തിരക്കഥ ഇപ്പോഴും എന്റെ കയ്യിലിരിക്കണം. വേണമെങ്കിലും ഞാൻ മുടക്കാടാ. ഞങ്ങളൊക്കെ മറന്നാ. ഒരുപാട് പണം മുടക്കിയതുകൊണ്ടൊന്നും നല്ല സിനിമ ഉണ്ടാവില്ല. സിനിമയെ ബഹുമാനിക്കണം, സീരിയസ് ആയിട്ട് സമീപിക്കണം. എനിക്ക് ആദ്യമായി സാറൊരു അവസരം തന്ന പോലെ ഇവർക്കൊരു അവസരം കൊടുക്കാമോ? സാറിൻ്റെ അസിസ്റ്റൻസ് ആക്കാമോ? പ്ലീസ് സർ. നോക്കാം. താങ്ക് യു സർ. ആദ്യം സിനിമ പഠിക്കും, അതിനുശേഷം ഡേറ്റ്. ഓക്കെ? ഓക്കെ. എക്സ്ക്യൂസ് മീ സാർ, ഞാൻ ആന്റണി. സാറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി എൻ്റെ കയ്യിലൊരു കഥയുണ്ട് സാർ. ഒരുപാട് പേരുടെ മുന്നിൽ ഈ കഥയുമായി അലഞ്ഞു ഞാൻ. ഒന്ന് വായിച്ചു നോക്കാൻ പോലും ആരും തയ്യാറായില്ല. സാറെങ്കിലും ഇതൊന്ന് പ്ലീസ്. സോറി, ഐ ആം ബിസി. കഥ കേൾക്കലേക്ക് ഈ വർഷം കഴിഞ്ഞു. നോ മിസ്റ്റർ അനന്തരാജ്, നാളെ 10 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ വന്നാൽ മതി. ഞങ്ങൾ 2 പേരും അവിടെ ഉണ്ടായിരിക്കും. തൻ്റെ കഥ കേൾക്കാം. പോരെ? താങ്ക് യു സാർ. താങ്ക് യു. എൻ്റെ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. നാളെ 10 മണിക്ക് ഞാനും കൂടെ വരാം. അപ്പൊ ഞങ്ങളോ? നിന്റെ സ്കൂളിലെ പഠിപ്പും വേണ്ട, അവിടുത്തെ ഉപ്പുമാവും വേണ്ട. പോടാ അവിടുന്ന്. സാർ ഹലോ, ഞാൻ അനന്തൻ. കണ്ടപ്പോ വല്ലാത്ത ഹെഡ് വെയിറ്റ് ആയിരുന്നല്ലോ. ഹേയ്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. വിശേഷങ്ങളൊക്കെ സൂപ്പർ സ്റ്റാറിനല്ലേ? ശരിയാ, എനിക്ക് തന്നോടൊരു വിശേഷം പറയാനുണ്ട്. എന്താ? പറയൂ, കേക്കട്ടെ. താനൊരിക്കൽ പറഞ്ഞ പോലെ ഐ ലവ് യു പറഞ്ഞ് പ്രണയ ജോഡികളായിട്ട് കറങ്ങി നടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. ഹലോ, താൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ പാരൻസിനെ തൻ്റെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. എല്ലാം മുറ പോലെ നടക്കട്ടെ അല്ലേ?
ഞാനെന്താ പറയാ? ആശ, തനിക്ക് സമ്മതമല്ലെങ്കിൽ ഈ കോൾ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ